നമുക്ക് എല്ലാവർക്കും കൃപ തന്നല്ലോ. ആ ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന കർത്താവാണ്. ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാം. തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നശിച്ചു പോകുവാൻ ദൈവം നമ്മളെ സമ്മതിക്കത്തില്ല. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുക തന്നെ ചെയ്യും. ദേശങ്ങളിൽ പോയി, രാജ്യങ്ങളിൽ പോയി യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഗമാകുവാൻ ദൈവം നമ്മളെല്ലാവരെയും ഒരുക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആരും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കർത്താവ് കൂടെയുള്ളത് കൊണ്ട് ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ആമേൻ. നമുക്കിന്നത്തെ അനുഗ്രഹത്തിനായിട്ട് തുടർമാനമായിട്ട് നമ്മൾ ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം ധ്യാനിച്ചു വരുന്നു. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ധ്യാനിച്ചു വരുന്നു. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് വേഗത്തിൽ തന്നെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമുക്ക് ചില ഭാഗങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കേൾക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. വൻ കാര്യങ്ങളാൽ കർത്താവ് നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വസിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളെയും ഭംഗിയാക്കി ചെയ്യുന്ന ദൈവമാണല്ലോ. എല്ലാം നമുക്ക് വേണ്ടി കർത്താവ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന കർത്താവാണല്ലോ. ആ ദൈവം നമുക്ക് കൂടെയുണ്ട്. കർത്താവിൻ്റെ പ്രവർത്തികൾ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. നിങ്ങൾക്കിവിടെ വാക്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു നിമിഷം ഒന്ന് റെഡിയാക്കിക്കോട്ടെ. കർത്താവിൻ്റെ കൃപയാൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം നമ്മൾ ഇന്നലെ വായിച്ച വാക്യത്തിൽ നമ്മൾ കേൾക്കാനിടയായി തീർന്നു. കർത്താവ് ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരാക്കി വിടുകയില്ല. നോക്കിക്കേ, ഞാൻ നിങ്ങളെ അനാഥരാക്കി വിടുകയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഒരു നാളും തകരാനോ ഒരു നാളും ആ വ്യക്തിയുടെ ജീവിതത്തെ നശിപ്പിക്കുവാനോ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണെങ്കിലും ഏതൊക്കെ രീതിയിൽ പോയാലും കർത്താവ് പറഞ്ഞാൽ നിങ്ങളെ അനാഥരാക്കി വിടത്തില്ല. അപ്പോൾ അത് കർത്താവിൻ്റെ ഒരു ഉറപ്പാണ്. ദൈവം എന്നെ അനാഥനാക്കി വിടത്തില്ല. എനിക്ക് വേണ്ടി അവൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എത്ര വലിയ പ്രതിസന്ധികൾ നിങ്ങളുടെ തലയ്ക്ക് മീതെ വന്നാലും കർത്താവിലുള്ള പ്രിയരെ, നിങ്ങളുടെ കൂടെ യേശു ഉള്ളതുകൊണ്ട്, നിങ്ങൾ കർത്താവ് ഉള്ളതുകൊണ്ട് നിങ്ങൾ നശിക്കുവാനോ തകരുവാനോ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ഇന്നലെ 14-ാം അധ്യായത്തിൽ ആ വാക്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ ഏറ്റവും ശ്രേഷ്ഠകരമായി തന്നെ ദൈവം നടത്തുന്നല്ലോ. ഏറ്റവും അനുഗ്രഹമായി തന്നെ ദൈവം നമ്മളെ നടത്തുന്നല്ലോ. അതിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അവിടെ കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരൻ. നിങ്ങൾ വാക്യം നോക്കണം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. ആമേ. രണ്ട് കാര്യമാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. ഒന്ന്, ഞാൻ ഒരു മുന്തിരി വള്ളിയാണ്. രണ്ട്, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ തീയിൽ നീക്കിക്കളഞ്ഞ് കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവർ ആയി തീർന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിപ്പിൻ. നമുക്ക് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ കേട്ടു വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കർത്താവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. പരിശുദ്ധാത്മാവിനെ പറ്റി നിങ്ങൾ ഇന്നലെ കേട്ടിരുന്നു അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒറ്റയ്ക്ക് വിടുവാൻ ദൈവത്തിന് മനസ്സില്ല. രണ്ട്, പരിശുദ്ധാത്മാവ് എങ്ങനെ വന്നു? യേശുക്രിസ്തു വില കൊടുത്തു നമുക്ക് വേണ്ടി കൊടുത്തു. അതാണ് അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിച്ചതുപോലെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ചെന്ന് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നമുക്കെല്ലാവർക്കും വേണ്ടി മേടിച്ചു തന്നല്ലേ? പരിശുദ്ധാത്മാവിനെ നമുക്കെല്ലാവർക്കും നേടിത്തന്നു. എന്നിട്ട് പറയുന്നു, ഇനി നിങ്ങൾ നോക്കണം. അപ്പം ഈ വചനമെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഇതിങ്ങനെ ബന്ധങ്ങളാണ്. എന്നിട്ട് പറയുന്നു, സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളഞ്ഞ് കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. നോക്കിക്കേ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം ഇപ്പോൾ ശുദ്ധി ഉള്ളവർ ആകുന്നു. ഇത് രണ്ട് കാര്യം ശ്രദ്ധിച്ചോണേ. എന്നിട്ട് താഴെ വരുമ്പോൾ 4-ാം വാക്യത്തിൽ പറയുന്നു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാത്ത നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. ആമേൻ. നോക്കിക്കേ, കർത്താവിൻ്റെ വചനം പറയുന്നു,
കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിക്കണം. അപ്പം നമ്മൾ നേരെ തിരിച്ചല്ലേ, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഈ മുന്തിരിവള്ളികൾ നമ്മൾ വളരെ റെയറായിട്ട് കാണുന്നൊരു കാര്യമാണ്. പക്ഷേ മറ്റ് പ്രത്യേകിച്ച് ഈ നമ്മുടെ ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, അവിടെ ഈ മുന്തിരി ബ്രാഞ്ചിനേക്കാൾ, അതായത് നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്, കമ്പിലാണ് ഈ വള്ളിയെല്ലാം എന്ത് ചെയ്യുന്നത്, തൂങ്ങി നിൽക്കുന്നത് അല്ലേ. വള്ളി പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഏറ്റവും സ്ട്രോങ് അല്ല. ഇപ്പം നമ്മളൊരു പടവലങ്ങയൊക്കെ ഇടുന്ന, അല്ലെങ്കിൽ പടവലങ്ങയോ പാവയ്ക്ക് ഇടുന്ന സമയത്ത് അതിന് വള്ളികളല്ലേ, കോവയ്ക്കൊക്കെല്ലാം വള്ളികളാണ്. അപ്പോൾ ഈ വള്ളിയിലാണ് ഇതെല്ലാം ഫലം കായ്ക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന വാക്കുണ്ട്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും. അപ്പം എന്നിട്ട് പറഞ്ഞ കൊമ്പ് എന്ന് പറയുന്നത് അവിടെ സാധാരണഗതിയിൽ മരം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൊമ്പാണ് ഏറ്റവും സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നത് അല്ലേ. അവിടെ വള്ളിക്ക് പ്രാധാന്യമില്ല, അവിടെ നമുക്കാണ് വേരിനാണ് പ്രാധാന്യം. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നു, മുന്തിരിവള്ളിയുടെ ഉപമ എടുക്കുന്ന സമയത്ത് അവിടെ മുന്തിരി വള്ളിയാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അവിടെ ഈ പറയുന്ന കൊമ്പിനെ പിടിച്ച് നിർത്തുന്നത് ഈ മുന്തിരി വള്ളിയാണ്. ഈ വള്ളി ഇങ്ങനെ നമുക്കറിയാം, ഈ പടുത പോലെ, അല്ലെങ്കിൽ ഇതിങ്ങനെ പടന്ന് പന്തലിച്ച് ഇങ്ങനെ കിടക്കും അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ മുന്തിരിവള്ളിയേക്കാൾ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കോവയ്ക്കയൊക്കെ അല്ലെങ്കിൽ നമുക്ക് പാവയ്ക്കയൊക്കെ നിങ്ങൾ വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ പടന്ന് കിടക്കും. ഇതേപോലെ ഈ വള്ളി പോലെ യേശുക്രിസ്തു മുന്തിരിവള്ളി പോലെ കിടക്കുമ്പോൾ അതിൻ്റെ ബ്രാഞ്ചുകളാണ് നമ്മൾ. അപ്പോൾ ഈ മുന്തിരി കൃഷി ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനെ ചെത്തി ഇടയ്ക്കിടയ്ക്ക് വെടുപ്പാക്കും. അനാവശ്യമായി പൊങ്ങി നിൽക്കുന്നതൊക്കെ ചെത്തി മാറ്റിയിട്ട്, നമ്മളും പലപ്പോഴും നമ്മുടെ ചില ചെടികളെ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ. ചെറിയ കീടൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും ഭാഗം നമ്മൾ മുറിച്ച് മാറ്റിയിട്ട് അത് പിന്നെ എന്ത് ചെയ്യും, അത് നന്നായിട്ട് ഫലം കായ്ക്കേണ്ട നമ്മളിങ്ങനെ വേരൊക്കെ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കും. ഇതേപോലെ പിതാവ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടി നീക്കിക്കളയുകയും കായ്ക്കുന്നതൊക്കെയും അധികം ഫലം അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടുപ്പാക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ചില കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശ്വാസത്തിൽ പല ആൾക്കാരും പറയും ഇത് ബന്ധനമാണ്, പോരാട്ടമാണ് എന്നൊക്കെ പലരും ചില സമയങ്ങളിൽ ദൈവം നമ്മളെ സ്ട്രോങ് ആക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. നമുക്കെപ്പോഴാണ് നമ്മൾ സ്ട്രോങ് ആണെന്ന് മനസ്സിലാകുന്നറിയാവോ, ചില സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ. ഒട്ടുമുക്കാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാളെ ഇങ്ങനെ കേൾക്കാൻ ഇടയായി തീർന്നു. വിശ്വാസത്തിൽ വന്നൊരു ബ്രദർ, അദ്ദേഹം വിശ്വാസത്തിൽ വന്ന് വളരെ ആക്റ്റീവായിരുന്നു. പിന്നത്തേതിൽ അദ്ദേഹം പിന്മാറിപ്പോയി മദ്യപാനത്തിന് അദ്ദേഹം അഡിക്റ്റായിത്തീർന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരൻ പറഞ്ഞു, വളരെ വിഷമത്തോടെ, എനിക്ക് അറിയാവുന്ന ഒരു സഹോദരനാണ്. അപ്പോൾ വേറൊരു സഹോദരൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കരളിന് കംപ്ലയിൻ്റ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നീ മദ്യപിച്ച് കഴിഞ്ഞാൽ നിൻ്റെ കരൾ പോവും, അപ്പോൾ നീ അധികം ജീവിച്ചിരിക്കത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം മദ്യപിക്കാതിരിക്കാൻ കഴിയത്തില്ല, കൈകാലും ഒക്കെ വിറയ്ക്കുക. എനിക്കിത് കേട്ടോ വലിയ സങ്കടം തോന്നി. കാരണം അദ്ദേഹം യേശുക്രിസ്തുവിലേക്ക് വന്നത് മദ്യപാനത്തിൽ നിന്നൊക്കെ വിമുക്തി നേടി കർത്താവിൽ വളരെ സന്തോഷത്തോടെ വന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ചില തെറ്റായ കൂട്ടുകെട്ടുകൾ, വിശ്വാസത്തിലാണ്, ലോകമല്ല, വിശ്വാസത്തിലെ ചില തെറ്റായ കൂട്ടുകെട്ടുകൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തെ കലക്കിക്കളഞ്ഞു. ഞാൻ അതേ പറയത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് പറയാം, എപ്പോഴും നിങ്ങൾ യേശുവിലേക്ക് വരുമ്പോൾ വളരുവാൻ സാഹചര്യമുള്ള കൂട്ടായ്മയായിട്ട് ചേർന്നിരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ പിന്മാറിപ്പോകുവാൻ സാധ്യതകളുണ്ട്. ബൈബിൾ പറയുന്നു, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയെന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്തുകൊണ്ട്? അവർ ദൈവത്തിൻ്റെ ഉപദേശത്തിന് വിരുദ്ധമായി പോയി. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂട്ടുകെട്ട് വളരെ പോയിൻ്റാണ്. ഇവിടെ ദൈവം നോക്കിക്കേ, നമ്മളെ ചില സമയങ്ങളിൽ കർത്താവ് നമ്മളെ ചെത്തി വെടുപ്പാക്കും. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ചില സാഹചര്യത്തിൻ്റെ അകത്തുനിന്നൊക്കെ ദൈവം ഞങ്ങളെ മാറ്റി. ചിലപ്പോൾ മാറ്റുമ്പോൾ എനിക്ക് ആ സമയത്ത് വളരെ വിഷമത്തോടെ ചില തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അയ്യോ, ഇപ്പോൾ ഇവിടുന്ന് മാറേണ്ടതുണ്ടോ, ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് മാറി പോകേണ്ട സമയമാണോ എന്നൊക്കെ എൻ്റെ ഉള്ളിൽ ഭയങ്കര വെല്ലുവിളികളുണ്ടായപ്പോൾ അത് പോയതുകൊണ്ട് പലപ്പോഴും ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി, ദൈവം എനിക്ക് ഫലം കായ്ക്കാൻ ഇടയായി തീർന്നു. കാര്യം നമ്മൾ ചില സാഹചര്യങ്ങളെ നമുക്ക് വിശ്വാസത്തിൻ്റെ അകത്ത് നമ്മളെ വീരന്മാരാക്കി ദൈവത്തിന് മാറ്റണം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവത്തിന് എന്നെ വിശ്വാസ വീരനാക്കി മാറ്റണമെന്ന് പറ. ആമേൻ. ഞാനിവിടെ പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ഈ സാധനമൊക്കെ, ഈ പ്രത്യേകിച്ച് യൂട്യൂബും ഇതുമൊക്കെ, ഈ സൂമൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെ ദൈവം പഠിപ്പിച്ചത് നമ്മൾ പലരും ഹെൽപ്പ് ചെയ്തെങ്കിൽ പോലും. അപ്പം നമ്മൾക്ക് ആദ്യ സമയങ്ങളിൽ ഞാൻ ഓർത്ത, കർത്താവ് എവിടെ ചെന്നാലും ആരും കൂട്ടത്തില്ല വിശ്വാസ ജീവിതത്തിൽ. ഒരു ബ്രദർമാരും നമ്മളെ കൈക്കൊള്ളുന്നില്ല. കൈക്കൊള്ളുമെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ഓടിക്കുന്നൊരാശയമല്ല, അവർക്ക് ഒന്നും തോന്നുന്നില്ല, എന്നാൽ ഈ ബ്രദറിനെ കൂടെ നിർത്തിയേക്കാം എന്ന് തോന്നുന്നില്ല.
അവർക്ക് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പം ഞാൻ ഓർത്ത്, കർത്താവ്, എന്തുകൊണ്ടാണ് ആൾക്കാരിങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? ആൾക്കാർ എന്തുകൊണ്ടാണ് നമ്മളെ തഴയുന്നത്? ഉടനെ നമ്മൾ സാധാരണഗതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നത് പിശാചിൻ്റെ പോരാ. അല്ല പ്രിയരെ, ദൈവം നമ്മളെ ഫലം കായ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം ചില സാഹചര്യത്തിലൂടെ നമ്മളെ കടത്തിവിടും. വീണ്ടും ഞാൻ പറയുന്ന സാഹചര്യം എന്ന് പറയുന്നത് പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ രോഗങ്ങളോ തകർച്ചയോ ഒന്നുമല്ല. ദോഷങ്ങളാൽ ദൈവം നമ്മളെ അതെപ്പോഴും ഓർത്തണം. എനിക്ക് മാരക രോഗം തന്നിട്ട് എന്നെ സൗഖ്യമാക്കുന്ന യേശു എന്ന് പറയാൻ വേണ്ടിയല്ല, എന്നിലൂടെ അനേകരെ സൗഖ്യമാക്കിക്കൊണ്ട് യേശു സൗഖ്യദായകനെന്ന് പറയാൻ വേണ്ടി എപ്പോഴും ഓർത്തോണേ. അപ്പോൾ സാഹചര്യം ഒന്ന് ഉദ്ദേശിച്ച് എന്നെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയുള്ള സാഹചര്യം. അതുകൊണ്ടാണ് എന്നെ ചെത്തി വെടിപ്പാക്കും കർത്താവ്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കായി എന്നൊക്കെ പോയി, ചില സമയത്ത് നമ്മൾ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഓർക്കും, എൻ്റെ ബ്രദറെ, ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുക ബ്രദറെ, പേടിക്കൊന്നും വേണ്ട, ദൈവം നിങ്ങളെ തള്ളിക്കളയത്തൊന്നുമില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ അനാഥരാക്കി വിടത്തില്ല, പരിശുദ്ധാത്മാവ് എന്ന സഹായം നിങ്ങളുടെ കൂടെയുണ്ട്. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നിൽ വസിക്കുക. എൻ്റെ സകല സോഴ്സും യേശുവാണ്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ സകല സോഴ്സും യേശുവാന്ന് പറ. എൻ്റെ സകല സോഴ്സും ആമേൻ. എൻ്റെ സകല നന്മകളുടെയും സോഴ്സുകൾ. ഞാൻ എൻ്റെ പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ സുവിശേഷം ഈ കർത്താവിനെ രക്ഷിക്കപ്പെട്ട വ്യക്തിയോട് ഞാൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞു തരാവേ. നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ ഒരു അനുഗ്രഹമായി തീരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ബ്രദർ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വിഷയമുണ്ട്, ഭയങ്കര പ്രതിസന്ധിയാണ്, എനിക്കിതൊന്ന് കരകയറാൻ വേണ്ടി ഒന്നും പറ്റുന്നില്ല, വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഞാൻ കടന്നു പോവുകയാണ്, എനിക്ക് എന്തിനാണ് ഒരു വഴിയും തുറക്കുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ എളുപ്പമാർഗ്ഗം പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രവർത്തിച്ചാൽ മതി. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി. ദൈവരാജ്യത്തിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുക. ദൈവരാജ്യത്തിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സുവിശേഷ വേലക്കാരനാണ്. കർത്താവിൻ്റെ നാമത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷിയാക, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഒരു മനുഷ്യനും ചിലപ്പോൾ ഒന്നും തന്നില്ലെന്ന് വരാം, ചിലപ്പോൾ തന്നേക്കാം, തന്നില്ലെന്നും വരാം. ഒരു മനുഷ്യന് നിങ്ങളെ മൈൻഡ് ചെയ്തില്ലെന്ന് വരാം, ചിലപ്പോൾ മൈൻഡ് ചെയ്തെന്ന് വരാം. ചിലർ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തന്നേക്കാം, ചിലപ്പോൾ തന്നില്ലെന്ന് വരാം. ആഹാരം തന്നേക്കാം, തന്നില്ലെന്ന് വരാം. പക്ഷേ നിങ്ങളൊരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ബൈബിൾ പറയുന്നു, വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൽ വസിക്കുന്ന വ്യക്തി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ റിസോഴ്സുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ഓടുക. ഒരു വ്യക്തിയോട് സുവിശേഷം പറയാനും സുവിശേഷ വേലകളെ സപ്പോർട്ട് ചെയ്യാനും, അത് കർത്താവിൻ്റെ സുവിശേഷ സ്വോത്രകാഴ്ച കൊടുക്കുക മാത്രമല്ല, അവിടെ പോയി കസേര ഇടുവാനും മറ്റുള്ളവരെ നിങ്ങൾ ക്ഷയിക്കാനും എടുക്കുവാനും അവരെ ബലപ്പെടുത്തുകയും യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് അവർക്ക് വേണ്ടി ഒന്ന് ബലപ്പെടുത്തി ഒന്ന് പ്രാർത്ഥിച്ച് 2 വിശ്വാസത്തിൻ്റെ വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഉറപ്പായിട്ടും പറയും, നിങ്ങളുടെ തടസ്സമായി നിൽക്കുന്ന വഴികൾ തന്നെ തുറക്കും. ഇതൊരു എളുപ്പ വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. കാരണം യേശുവിൽ വസിക്കുന്ന വ്യക്തി, ബൈബിൾ പറയുന്നു, എന്നിൽ വസിപ്പിൻ, 4-ാം വാക്യമാണ്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. 1 ഫലം കായ്ക്കും, 2 യേശുവിനെ പിരിഞ്ഞ് ഒരു പരിപാടി നടക്കത്തില്ല. അപ്പോൾ എപ്പോഴും ഓർത്തോണം, യേശുവുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് എങ്ങനെയാ? ഇപ്പോൾ യേശു പറഞ്ഞു എന്നിൽ വസിക്കുവാൻ പറഞ്ഞില്ലേ? യേശുവിൽ എങ്ങനെയാണ് വസിക്കുവാൻ കഴിയും? യേശു പറഞ്ഞു, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിപ്പിൻ. അടുത്ത വാക്യത്തിൽ പറയുന്നു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ. അപ്പം ഈ നിങ്ങൾ മുന്തിരിവള്ളിയെ നമുക്കൊന്ന് പോയി കാണാം, അല്ലേ? നമ്മുടെ നാട്ടിൽ വളരെ റെയറാണ്, നമ്മൾ മുന്തിരിങ്ങ കഴിച്ചവരാണ്. പക്ഷേ ജീവിതത്തിൽ എപ്പോഴേലും ഒരു മുന്തിരിക്കൊല കാണാത്ത ആൾക്കാർ കാണത്തില്ലല്ലേ? ഒരു ചിത്രത്തിലെങ്കിൽ പോലും മുന്തിരിയുടെ ഒരു പടർന്നു കിടക്കുന്ന, പന്തളിച്ച് കിടക്കുന്ന ഒരു മുന്തിരിക്കൊലകൾ കാണാത്ത വ്യക്തികൾ നിങ്ങളിൽ ആരും കാണത്തില്ല. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയും, രാജ്യങ്ങളിൽ പോയി കർത്താവിൻ്റെ സുവിശേഷം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കുന്നു എന്ന് എൻ്റെ ഉള്ളത്തിൽ പറയും. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോട്ടെ. രാജ്യങ്ങളുടെ ഡോറുകൾ നിങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ തുറക്കും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനെ സ്വീകരിച്ച ബൗണ്ടറികളിൽ അപ്പുറം നിങ്ങൾ പോകും. ഓടി നടന്ന് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രവർത്തിക്കും. യേശു, നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം, നിങ്ങളൊരു സാധാരണക്കാരിയായിരിക്കാം, യേശു പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് അസാധാരണമായ കാര്യങ്ങളിലൂടെ ദൈവം ചെയ്യും.
ഓ ജീസസ്, ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളത് പെട്ടെന്ന് വന്നതാണ്. നോക്കിക്കേ, എന്നിൽ വസിപ്പിൻ. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ഇരിക്കുന്ന രാജ്യത്തിൽ വലിയൊരു പ്രത്യേകത ഉണ്ട്. ഈ രാജ്യത്ത് ഒരു ദേവദാസനെ പറ്റി ഇങ്ങനെ ചരിത്രം പറഞ്ഞേക്കുന്നത്, അവിടെ ഈ ഡോക്ടർമാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഡോക്ടർ എന്നാണ്. കാരണം ആ രാജ്യത്ത് ഹോസ്പിറ്റലിൽ ജനം പോകത്തില്ല. കാരണം അസുഖം വന്നാൽ ഉടനെ ഈ ദേവദാസൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും. ഈ ദേവദാസൻ്റെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? അവർ പ്രാർത്ഥിക്കും, ദൈവം അവർക്ക് സൗഖ്യം കൊടുക്കും. അപ്പോൾ നാളെ ചോദിക്കും, ഡോക്ടർ എന്ന് ദേവദാസനെ വിളിക്കാൻ. അപ്പം നമ്മളിടുന്ന ഡോക്ടറേറ്റ് അല്ല. ഇപ്പോൾ ചില നമ്മൾ ദേവദാസന്മാരെ വിളിക്കത്തില്ല, റെവറൻ്റ് എന്നും ഡോക്ടർ എന്ന് വിളിക്കത്തില്ല. അത് നമുക്ക് സർട്ടിഫിക്കറ്റ് വഴി ലഭിക്കുന്നതാണ്. ഇത് ദേശക്കാർ വിളിക്കുക ഡോക്ടർ എന്ന്. ആമേൻ. എന്നുള്ളത് കർത്താവ് പറയാം. അതേപോലെ ചില ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ തുറക്കും. ഞാനത് റിസീവ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ജോൺ ജിലേക്ക് അല്ലേ? ആമേൻ. ശരി, ജോൺ ജിലേക്കിനെ പറ്റിയ ആമേൻ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിലൊന്ന് സ്വീകരിച്ച് അതേപോലെ ആളുകൾ നിങ്ങളുടെ ഇന്നത് വെറുതെ പറയല്ല. ഞാനിത് വിശ്വാസാൽ ഇത് ആദ്യം എനിക്ക് ആലോചന കേട്ടപ്പോൾ ഞാനത് ആമേൻ പറഞ്ഞൊരു എന്താ പറയുന്നത് മുമ്പിലൊന്നും കാണാം. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി, ഭവനങ്ങളിൽ ആളുകൾ വീട് തപ്പി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ചുമ്മാ പറയുന്നതല്ല, കർത്താവ് നിങ്ങളെ വിലപിടിപ്പുള്ളവരാക്കി തീർത്തിരിക്കുന്നു. ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒന്ന് സ്വീകരിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഭവനങ്ങളിൽ ആളുകൾ തേടി പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പോവുക. ഓ യേശുവേ, ഞങ്ങൾ ഇവാൻ റോബർട്ട്സിൻ്റെ ഭവനത്തിൽ അവിടെ സ്ഥലം പോയപ്പോഴേക്കും അവിടെ ചരിത്രം പറയുന്നു, ഇവാൻ റോബർട്ട്സ് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ തടിച്ചു കൂടുമായിരുന്നു പറഞ്ഞത്. പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ കണ്ട അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറഞ്ഞ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ തടിച്ചു കൂടുമായിരുന്നു. അദ്ദേഹത്തിന് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ആത്മാക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു ഹെവി ഔട്ട് പോറിങ് അനോയിൻറ്റിങ് ഒന്ന് റിസീവ് ചെയ്തു. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, ഇന്ന് യേശുവിൽ വസിക്കുന്നവൻ ഫലം കായ്ക്കും. ഇന്ന് ഫലം കായ്ക്കാത്ത ബ്രാഞ്ചുകളൊക്കെ ദൈവം വെട്ടിമാറ്റാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജൂലൈ 4 തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുന്നു. ജൂലൈ 4 തീയതി ജനിച്ച വ്യക്തി, ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ ഇപ്പോൾ തന്നെ ദൈവപ്രവൃത്തി സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞൊന്ന് സ്വീകരിച്ചു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ വലിയ പറഞ്ഞു. എന്റെ മോനാണ് അതി, ജൂലൈ 4 ജനിച്ചതാ. ജൂലൈ 4 യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി. ജോളി ബ്രദറാണിത്? ഓ, ജോളി ബ്രദറാ. ഒത്തിരി കാലം കൂടിയാണല്ലോ കണ്ടത്. സ്തോത്രം. 1 വർഷത്തോളം യേശുവിൻ്റെ നാമത്തിൽ. മോൻ്റെ ഡേറ്റ് അതല്ലേ? അതെ അതെ. ഓ, യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി സംഭവിക്കുക. ഇന്ന് അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുക കേട്ടോ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനിത് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് ആലോചനയുടെ തലത്തിലേക്ക് ദൈവം നിങ്ങളുടെ ബൗണ്ടറികൾ ഇന്ന് സുവിശേഷത്തിന് വേണ്ടി ഓടാനെന്ന് തയ്യാറാക്കി. എനിക്ക് എൻ്റെ ഉള്ളത്തിൽ അങ്ങനെ തന്നെ നിർബന്ധം വന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭവനങ്ങളിൽ നമ്മളിപ്പം ഇത്രയും കാലം സുവിശേഷം പറയാൻ വേണ്ടി പുറത്തു പോകുക. ഇന്ന് നിങ്ങളെ തേടി ആളുകൾ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പോയി. ഹെവി അനോയിൻറ്റിങ് വ്യാപരിക്കുമ്പോഴേ അങ്ങനെ വരുന്നത്. ഓ ജീസസ്, യേശു ഉള്ളിടത്ത് ജനം തേടി വന്നു. യേശു എവിടെ പോയാലും ജനം വരാൻ തുടങ്ങി. ബൗണ്ടറികൾ ബ്രേക്ക് ചെയ്ത് ദേശത്തിൻ്റെ ബൗണ്ടറികൾക്ക് അവർക്ക് ദൂരം വിഷയമല്ലായിരുന്നു, അവർക്ക് വിശപ്പ് വിഷയമല്ലായിരുന്നു, അവർക്ക് ദാഹം വിഷയമല്ലായിരുന്നു, അവർ കുഞ്ഞുങ്ങൾ വിഷയമല്ലായിരുന്നു. എല്ലാം എടുത്തുകൊണ്ട് പെറുക്കിയെടുത്തുകൊണ്ട് 3 ദിവസമൊക്കെ യേശുവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി ആ ഹോട്ടലില്ലാത്ത ഭക്ഷണം കിട്ടാത്ത ഇടങ്ങളിൽ പോലും അവർ വന്നിരിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു അനോയിൻറ്റിങ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുക. ഹെവി അനോയിൻറ്റിങ്, അട്രാക്റ്റീവ് അനോയിൻറ്റിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ പറഞ്ഞു എടുത്തത് നിസ്സാര കാര്യമല്ല കേട്ടോ. നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് രോഗികൾ നിരനിരയായി വരിക, തകർന്ന വ്യക്തികൾ നിരനിരയായി വരിക, ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നവർ തേടി വരിക. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അഭിഷേകത്തിൻ്റെ ജ്വലനം സംഭവിക്കട്ടെ, ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ.
Jesus, Jesus, Jesus Christ, Jesus Christ, Jesus Christ, Jesus Christ, in the name of Jesus Christ, in the name of Jesus Christ. ഈ സജി എന്ന പേരുള്ള ഒരു ഭർത്താവിനെ കർത്താവ് എന്നെ കാണിക്കുക. 2 ആൺതലമുറകളുണ്ട് ഈ വ്യക്തിക്ക്. സജി എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. 2 ആൺതലമുറയുണ്ട്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കൊച്ചിൻ്റെ ഒരു ഫോട്ടോ, കൊച്ചിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതൊരു പിക്ചറാണ്, ഒരു സീനറി പോലത്തെ, അതായത് നമ്മുടെ വീട്ടിലെ കുഞ്ഞിൻ്റെ ഫോട്ടോയല്ല, ഒരു സീനറി പോലത്തെ ഒരു ചിത്രമാണ്. ഒരു ഭവനത്തിൻ്റെ അകത്ത് അത് ഒട്ടിച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് ഇന്ന് കാണിക്കുന്നു. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ വേണ്ടി പോകുകയാണ്. നിന്ദകളെയും പരിഹാസങ്ങളെയും കർത്താവ് തുടച്ചു മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബം ഏറ്റെടുത്തോണേ. കർത്താവിൻ്റെ പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ ചരിത്രത്തിൻ്റെ അകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രവൃത്തികൾ ഇപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്ദി കർത്താവേ. ആമേൻ പറഞ്ഞ കുടുംബം സ്വീകരിച്ചോണേ. കർത്താവ് നിങ്ങളുടെ വാക്യം എഴുതിയ ഒരു ഫോട്ടോയോ ഒരു കുഞ്ഞിന്റെ ഫോട്ടോയോ അതിന്റെ ഇപ്പുറത്ത് വാക്യങ്ങളും ഉണ്ട്. ഈ പറഞ്ഞ പോലെയാണ് സിസ്റ്ററെ. ആ വ്യക്തിയല്ല ഉള്ള ഭവനമാണോ? എന്തോ? ആ വ്യക്തിയൊക്കെ ഉള്ള ഭവനമാണോ? സജി എന്ന് പറഞ്ഞ വ്യക്തിയുള്ള ഭവനമാണോ? ഓ സോറി, അല്ല. സജി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തെയാണ് ഞാനിത് കാണുന്നത്. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ ദൈവം ഇപ്പോൾ ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ ഏതാണോ ആ ഭവനം അടയാളം ശ്രദ്ധിച്ചോണേ. ആ കുടുംബം ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണം. കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ 2 ആൺതലമുറയുള്ള സിസ്റ്ററെ, ഈ പറയുന്ന പോലെ ഒരു ചിത്രം അവിടെയുള്ള വീടാണോ ഇത്? ഈ ചിത്രമുള്ള വീടാണെങ്കിൽ കേട്ടോണേ, അത് യേശുവിൻ്റെ നാമത്തിൽ എടുത്തോണം. സജിയുടെ ഭവനമെന്നാണ് പറയുന്നത്. ഈ അടയാളമുള്ള ഭവനം ഏതാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം. കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ. ബ്രദറെ, ഞങ്ങളുടെ സഭയിലെ ആനത്താൻ സഭയിലുള്ള ഒരു സജി എന്ന് പറയുന്ന സഹോദരനുണ്ട്. ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചു പോയത്. 2 ആമക്കളുണ്ട്. 2 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടില്ല. അവര് ദൈവഹിതമല്ലാത്ത വഴികളൊക്കെ നടക്കുന്ന അപ്പനും മക്കളും. ഈ ഭവനത്തിന്റെ അകത്ത് ഈ ഒരു ചിത്രം നോക്കുക. ചിത്രം എനിക്കറിയില്ല പക്ഷേ ബ്രദറെ, അതിന്റെ അടയാളം എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. അത് നോക്കുക. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ അടയാളങ്ങൾ ശ്രദ്ധിച്ചോ. അതാണ് ദൈവം ഓരോ വ്യക്തിയുടെയും ഭവനത്തിൽ ഇടപെടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു കാര്യം മാത്രം കറക്റ്റായിട്ട് കാര്യമില്ല. അടയാളങ്ങൾ ദൈവം ഇടപെടുന്ന ഭവനം കേട്ടോ. ആ ഭക്തി, ആ ചിത്രം ഇരിക്കുന്ന 2 ആൺമക്കളുള്ള സജി എന്ന് പറയുന്ന ഹസ്ബൻഡുള്ള 2 തലമുറ ആ കുടുംബത്തിലുണ്ട്. കയറി വരുന്ന ഹോളിൽ തന്നെ ഒരു കുഞ്ഞിൻ്റെ ചിത്രം, ഒരു സീനറി പോലെ വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് ആ കുടുംബത്തിലെ കുഞ്ഞല്ല, അത് കുടുംബത്തിലെ പിള്ളേരുടെ ഫോട്ടോ അല്ല അവിടെ വെച്ചിരിക്കുന്നത്. ആ കുടുംബവുമായിട്ട്, ആ കുടുംബത്തിൽ ഇപ്പോൾ താമസിക്കുന്ന കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ബന്ധവും ആ ഫോട്ടോയ്ക്കില്ല. പക്ഷെ ആ ഫോട്ടോ അതിൻ്റെ അകത്തുകൊണ്ട് ആ ഭവനം കേട്ടോ, അതിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തു. യേശുവിൻ്റെ നാമത്തിൽ ബൈബിൾ പറയുന്നത് പോലെ എന്നിൽ വസിപ്പിൻ. അപ്പോൾ യേശുവിൽ എങ്ങനെ വസിക്കുന്നത്? യേശുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ചേരുന്ന, സ്നാനമേൽക്കുന്ന, രക്ഷിക്കപ്പെട്ട വ്യക്തി. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്ര. യേശുവിൻ്റെ കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവൻ്റെ കൂടെ ഏക ശരീരമായി മാറിക്കുക. യേശുവിൽ ഏക ശരീരമായി മാറിയിരിക്കുന്നു. ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസം. അപ്പോൾ യേശുവിൽ എങ്ങനെയാണ് വസിക്കുന്നത്? രക്ഷാമാർഗത്തിലൂടെ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ ഏകാത്മാവിനാൽ നിങ്ങൾ ഒന്നായി തീർന്നിരിക്കും. ഇതാണ് യേശു ക്രിസ്തു ജീവനോടെ ഇരിക്കുന്നത്. അതായത് ഭൂമിയിലെ ശുശ്രൂഷ കാലത്ത് പറയുവാണ് എന്നിൽ വസിക്കണം. അപ്പം എങ്ങനെയാണ് വസിക്കുന്നത്? നമ്മൾ ഒന്നായിത്തീർന്നു. രക്ഷിക്കപ്പെടുമ്പോൾ ഏക ആത്മാവ്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, നമ്മൾ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കേട്ടു, ഏക ആത്മാവിനാൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട്. 2 ആത്മാവില്ല, ഒരാത്മാവേ ഉള്ളൂ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടല്ലേ. അപ്പോൾ കർത്താവിൽ നിങ്ങൾ ഒന്നായി തീർന്നു കഴിയുമ്പോൾ ഇനി നിങ്ങൾ 2ആയിട്ടല്ല, നിങ്ങൾ ഒന്നായിട്ടാണ് ജീവിക്കുന്നത് യേശുവിൽ. എന്നിട്ട് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന വ്യക്തികൾ യേശുക്രിസ്തുവിൽ ഒന്നായി തീർന്നത് കൊണ്ട് ഇനി യേശുവിനെ വിട്ടേച്ച് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല.
അതാണ് രക്ഷാമാർഗം. അതാണ് ഈ സ്നാനത്തിൻ്റെ അതൊന്ന് ഞാൻ ആ വാക്യം ശേഷം നിങ്ങൾക്കൊന്ന് അതൊന്ന് മനസ്സിലാക്കി തരാം. സ്നാനത്തെപ്പറ്റി പറയുന്ന വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും. റോമർ 6 വ്യക്തമായി സംസാരിക്കുന്നു. ദൈവം ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനെന്നോ, ഗലാത്യയിലെ യഹൂദനെന്നോ, യവനനെന്നോ, ഗലാത്യയിലെ ഗലൂദനെന്നോ, യഹൂദനെന്നോ, ദാസനെന്നോ, സ്വതന്ത്രനെന്നോ യാതൊരു വ്യത്യാസവുമില്ല, ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു, രക്ഷിക്കപ്പെട്ടവന് ജാതിയില്ല, രക്ഷിക്കപ്പെട്ടവൻ ഇന്ന ജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇനി ഇപ്പോൾ നിങ്ങൾ ആരാന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ക്രിസ്തുവിൽ ഇപ്പോൾ ഞാൻ ദൈവത്തിൽ ഒന്നായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ വ്യത്യാസങ്ങളില്ല. അപ്പോൾ അതുകൊണ്ടാണ് യേശു എന്നിൽ വസിക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൽ എങ്ങനെ വസിക്കുന്നത്? അപ്പോൾ യേശു ഇത് പറയുന്ന സമയത്ത് കർത്താവ് സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. യേശു ക്രിസ്തു ജീവനോടിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരോട് കേക്കെ വിളിച്ചു പറയുന്നു, എന്നിൽ വസിക്കണം നിങ്ങൾ. എന്നിൽ വസിക്കേണ്ടത് എങ്ങനെയാണ്? റോമാലേഖനം പറയുന്നു, ആമേൻ, അല്ല, ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അങ്ങനെ നാം ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ ക്രിസ്തുവിനോട് കൂടെ കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന് പുതുക്കി നടക്കാൻ തന്നെ അവൻ്റെ എന്നിട്ട് പറഞ്ഞു, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിൽ നീക്കം വരേണ്ട നമ്മുടെ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു നാം അറിയുന്നു. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ നാം ക്രൂശിക്കപ്പെട്ടു. പഴയ നമ്മുടെ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു. പുതിയ മനുഷ്യൻ, ക്രിസ്തുവിലൊരു പുതിയ മനുഷ്യൻ. ഇതുകൊണ്ട് യേശു പറയും, എന്നെ പിരിഞ്ഞിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ഒരു ശരീരമാണ്. ഏക ആത്മാവിനാൽ പരിശുദ്ധാത്മാവ് എന്നിലുമുണ്ട്, യേശുവിൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ്. അല്ല, നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നു. ക്രിസ്തുവിൽ ആയിരിക്കുന്നു. അങ്ങനെ വചനം പറയുന്ന വാക്ക് നോക്കിയേ. അപ്പം ഇനി നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അതുകൊണ്ടാണ് 8-ാം വാക്യത്തിൽ നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, യേശുവിൻ്റെ കൂടെ നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നതാണ് സ്നാനം. അപ്പം സ്നാനപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? ഏതെങ്കിലും സഭയിൽ കയറുന്നതോ പെന്തക്കോസിൽ പോകുന്നതോ ഇന്ന സഭയിൽ പോകുന്നതോ അല്ല സ്നാനം. സ്നാനമെന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞതുപോലെ എന്നിൽ വസിക്കണമെങ്കിൽ എന്നോട് ചേരണം, എന്നോട് ചേരണമെങ്കിൽ മരിക്കണം. യേശുവിനോട് നമ്മൾ ചേരണമെങ്കിൽ മരിക്കണം. ഇതാണ് നിക്കോദീമോസ് ചോദിച്ചത്, കർത്താവേ, ഇനി വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ് ഞാൻ? യേശു പറഞ്ഞ വളരെ സിമ്പിൾ, ആദ്യം മരിച്ചാൽ മതി, മരിച്ചിട്ട് ജനിക്കണം. അപ്പോൾ എങ്ങനെയാണ് മരിക്കുന്നത്? സ്നാനത്തോടു കൂടെ നിങ്ങൾ മരിക്കുന്നു. രക്ഷാമാർഗത്തിലൂടെ നമ്മൾ യേശുവിൽ വീണ്ടും ജനനം. അപ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തി ക്രിസ്ത്യാനിയാകുവല്ല, പകരം യേശുവിലാകുവാണ്. യേശുവിലായിക്കഴിഞ്ഞാൽ പിന്നെ വചനം പറയുന്നത് പോലെ നോക്കുകയെ, ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ യേശുവിൻ്റെ കൂടെ ജീവിക്കും. പഴയ മനുഷ്യൻ മരിച്ചു, അതെ, പുതിയ മനുഷ്യൻ ജീവിച്ചെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റും, റോമാലേഖനം മുഴുവൻ പറയുന്നത് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ഓരോ വാക്കുകൾ നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിച്ച സമയത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇനി യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നമ്മളെ ജീവിപ്പിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? യേശു പറഞ്ഞു എന്നിൽ വസിക്കണം. ഇത് പറയുന്ന സമയത്ത് യേശു ജീവനോടെ ഉണ്ട്. പത്രോസ്ലീഹ പറയാം, കർത്താവ് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പോയി മരിക്കാം. ഇല്ല, പറ്റത്തില്ല. സ്നാനം പ്രാബല്യത്തിൽ വരണമെങ്കിൽ യേശു ക്രൂശിൽ മരിക്കണം. മരണത്തോട് ഏകീഭവിക്കുന്നതാണ് സ്നാനം. അപ്പോൾ സ്നാനമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പറ, എൻ്റെ മരണ ശുശ്രൂഷ. പേടിയില്ലെങ്കിൽ എന്ന് പറ, എൻ്റെ മരണ ശുശ്രൂഷയാണ് സ്നാനമെന്നൊന്ന് പറഞ്ഞ് പറ, എൻ്റെ മരണ ശുശ്രൂഷയാണ് സ്നാനമെന്ന് പറ. ആമേൻ. അപ്പം സ്നാനം എന്ന് പറഞ്ഞാൽ സഭയിൽ ചേരാൻ വേണ്ടിയുള്ള ലൈസൻസ് അല്ല, പകരം യേശുവിനോട് കൂടെ ചേരണമെങ്കിൽ മരിക്കണം. റോമാലേഖനത്തെ വാക്യം കണ്ടോ? ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നിങ്ങളും ഞാനും എന്ത് ചെയ്യണം? ക്രിസ്തുവിനോട് കൂടെ ഉയർക്കണമെങ്കിൽ യേശു എന്ത് ചെയ്യും? അതുകൊണ്ട് യേശു പറയും എന്നിൽ വസിക്കുന്നവൻ ഫലം കായ്ക്കും. എന്നിൽ വസിക്കുന്നവൻ ഫലം കായ്ക്കും. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും സ്വതവേ ചെയ്യുവാൻ കഴിയുന്നതല്ല. അപ്പം എന്നിൽ വസിക്കുന്ന ഒക്കെ കൊമ്പുകളൊക്കെയും അവിടെ എന്തായിത്തീരും?
യേശു പറഞ്ഞ വാക്കുണ്ടോ? റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുണ്ടോ? നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ സ്നാനത്തോടു കൂടെ, നിങ്ങൾ നോക്കിയേ, യേശുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. അപ്പം സ്നാന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മരണ ശുശ്രൂഷയാണ്. ആരുടെ മരണ ശുശ്രൂഷ? നിങ്ങളുടെ പാപ സ്വഭാവമുള്ള മനുഷ്യൻ. ആദത്തിൻ്റെ തലമുറയിൽ നിന്നും ജനിച്ച് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് പിതാവിൻ്റെ മാതാവിൻ്റെ അഡ്രസ്സിൽ ജനിച്ച് ശാപത്തിലും രോഗത്തിലും കട്ടതയിലും നിന്ന പഴയ മനുഷ്യൻ. പറയത്തില്ല, ഞാൻ ആരാന്നറിയാവോ, എൻ്റെ കുടുംബം ഏതെന്നറിയാവോ, എൻ്റെ ജാതി ഏതെന്നറിയാവോ, എൻ്റെ മതം എന്നറിയാവോ? ഈ മനുഷ്യനെ കൊല്ലുന്ന ശുശ്രൂഷയാണ് സ്നാനം. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജാതിയില്ല, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പഴയ മനുഷ്യനില്ല. അവിടെ മരിച്ചു. നോക്കിക്കേ, മരിച്ചിട്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ മകനും മകളുമായി പുറത്തേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളിപ്പോൾ ആരാണ്? ക്രിസ്തുവിൽ വസിക്കുന്നവർ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെ ക്രിസ്തുവിൽ വസിക്കുന്നതെന്ന് മനസ്സിലാകുന്നവർ പറയാൻ പറ്റും. യേശുവിൽ ഞാൻ വസിക്കുന്നു എന്നതിൻ്റെ തെളിവെന്ന ഒന്ന് പറയാവോ? ഞാൻ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ജീവിക്കുന്നു. ദൈവത്തിന്റെ സമീപനപരമായി നമ്മള് സ്നേഹമുള്ളവരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം. ക്രിസ്തുവിന്റെ സ്വഭാവമായി തീരുമ്പോൾ നോക്കിക്കേ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി എന്നറിയാനുള്ള ഏക മാർഗം ബൈബിൾ പറയുന്നു പരിശുദ്ധയാത്മാവാണ്. നമ്മൾ ഇന്നലെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ കേട്ടൊരു വാക്യം നിങ്ങൾ മറന്നുപോയോ? യേശു പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളെ അനാഥരാക്കി വിടത്തില്ല, ഞാൻ പോയ ശേഷം കാര്യസ്ഥൻ വരും, കാര്യസ്ഥൻ നിങ്ങളെ സകല സത്യത്തിലും നിങ്ങളെ ഉപദേശിക്കും. എന്തിനാ ഉപദേശിക്കുന്നത് കാര്യസ്ഥൻ ഉപദേശിക്കുന്ന മറ്റൊന്നിനും വേണ്ടിയല്ല, ഞാൻ നിങ്ങളെ അനാഥരാക്കി വിടത്തില്ല. നമ്മൾ ഇന്നലെ കേട്ടില്ലേ, ഞാൻ നിങ്ങളെ അനാഥരാക്കി. നോക്കിക്കേ, ഞാൻ പോയ ശേഷം ഒരു കാര്യസ്ഥൻ വരും, ആ കാര്യസ്ഥൻ നിങ്ങളെ സകല സത്യത്തിലും സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ എന്തെങ്കിലും കൂടെ ഇരിക്കും. അവൻ അവനെ കാണുകയോ അറിയുകയോ ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങളോ അവൻ നിങ്ങളുടെ കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത്. നോക്കി, നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ഇനി അനാഥരാക്കി വിടത്തില്ല. ആമേൻ. അങ്ങനെ അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും നിങ്ങളിലെന്നും ഞാൻ അറിയുന്നു. നോക്കി, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അറിയുന്നു. എങ്ങനെ അറിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ വരുന്നതനുസരിച്ച്. ആരാണ് പരിശുദ്ധാത്മാവ്? റോമലേഖനത്തിൽ പറയുന്നു, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവ്. പുത്രൻ്റെ ആത്മാവുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പുത്രൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത്. ഇന്ന് നമ്മുടെ പ്രെയർ ലൈനിൽ നിന്ന് സഹോദരൻ ഇട്ടൊരു മെസ്സേജാണ് വർഗീസ് വേറെ. നമ്മുടെ ഈ ഒരാൾ UK ഒരാൾ നമ്മുടെ ആഫ്രിക്കൻ നമ്പറിൽ നിന്ന് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് എന്തോ ഒരു അലേർട്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ട് ഒരു മെസ്സേജുകൾ ആരെങ്കിലും വിളിച്ചാലോ കോൾ എടുക്കണ്ട. എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ നിങ്ങളത് എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കോൾ ബ്ലോക്ക് ചെയ്തിട്ടേക്കും കേട്ടോ. അങ്ങനെ മെസ്സേജുകൾ ഒത്തിരി പേർക്ക് വരുന്നുണ്ട്. എനിക്ക് വന്ന ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് കയറി വരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ അനാവശ്യമായിട്ട് ആര് സംസാരിച്ചാലും അത് ബ്ലോക്ക് ചെയ്യുക. അനാവശ്യമായിട്ട് അൺനോൺ നമ്പറുകൾ വന്നാൽ അത് ബ്ലോക്ക് ചെയ്യുക, എടുക്കണ്ട. ആവശ്യമുള്ളവർ മെസ്സേജ് ഇട്ടോളൂ. ആമേൻ. ഇപ്പം ഞാൻ മെസ്സേജ് കണ്ട നമ്മുടെ ഗ്രൂപ്പിൽ വർഗീസ് സർ ഇട്ടതാണ്. ആമേൻ. നോക്കിക്കേ, അപ്പം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന എങ്ങനെയാണ് ഇപ്പം നമുക്ക് യേശുവിൽ വസിക്കുന്നത്? കർത്താവിൻ്റെ ഏകാത്മാവ്, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ വന്നതാണ് തെളിവ്. ഞാനിപ്പോൾ യേശുവിലാണെന്ന് അറിയുന്നത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ വന്നു. അപ്പം മനസ്സിലാകണം, ഞാൻ പിതാവിലായി, ഞാൻ പുതിയ സൃഷ്ടിയായി, ഞാൻ ദൈവത്തിലായി, ഇപ്പോൾ ഞങ്ങൾ ഒരു ശരീരമാണ്. ഇനി യേശുവിനെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി യേശുവിലായ വ്യക്തികൾ, യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെയാണ് വിശ്വാസ ജീവിതം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എത്ര പേര് തയ്യാറാണ് കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ? എത്ര പേര് തയ്യാറാണ്? ആമേ. ഞാൻ എപ്പോഴും പറയണം, അപ്പം നിങ്ങൾ എന്തെങ്കിലും ബ്രദറെ അത് എല്ലാവർക്കും പറ്റുന്ന ഒരു സുവിശേഷ വേല ഞങ്ങൾക്ക് കഴിവുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോണം, നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച നിമിഷം മുതൽ 2 നിങ്ങൾ പുത്രനായി മാറിയിരിക്കുന്നു, നിങ്ങൾ യേശുവിൽ വസിക്കുന്നു. 2 നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വേലക്കാരായി മാറിയിരിക്കുന്നു.
അപ്പോൾ സുവിശേഷത്തിൻ്റെ വേല, അപ്പം നമുക്കറിയാം, നിങ്ങളിപ്പോൾ ഒരു ജോലി വീട്ടിൽ ജോലി ചെയ്യുന്നില്ല, വീട്ടിൽ നിങ്ങൾ കഞ്ഞിയും കറിയും ഒന്നും വെക്കുന്നില്ല, വീട്ടിൽ ഒരു കാര്യം ചെയ്യുന്നില്ല, ഒരു പരിപാടിയും ചെയ്യാതെ വീട്ടിലിരിക്കുവാൻ എന്നാ സംഭവിക്കും? വീട് സ്റ്റക്കാവും അല്ലേ? നമ്മളിപ്പോൾ ഒന്നും ചെയ്തു, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുവാണെങ്കിൽ എല്ലാ പരിപാടിയും സ്റ്റക്കാവും നമ്മുടെ വീട്ടിലല്ലേ? അപ്പം ദൈവരാജ്യം പ്രവർത്തിക്കുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ആദ്യം ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കുടുംബ വീടിൻ്റെ അകത്ത് പറയുന്ന വാക്കുകൾ ക്രിസ്തു യേശുവിൻ്റെ സാക്ഷ്യമുള്ള വാക്കുകളും സംസാരങ്ങളും ആയിരിക്കണം. 2, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയണം, അയ്യോ ഇവൻ ശരിക്കും രക്ഷിക്കപ്പെട്ട ആളാ കേട്ടോ. 3, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ പറയണം, ഇത് വിശ്വാസി. എങ്ങനെയാണെന്നറിയാവോ? നിങ്ങളുടെ രൂപം കണ്ടിട്ടല്ല പറയേണ്ടത്, നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ട്. ഹല്ലേലൂയ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. ഇതെല്ലാം സുവിശേഷ വേലയാണ്. ഞാൻ ഇന്ന് നമ്മുടെ ഗീവർഗീസ് ബ്രദറിനോട് സംസാരിച്ച സമയത്ത് അതൊന്ന് കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമുക്ക് ദൈവം അനുവദിച്ചാൽ നമുക്ക് ഈ മാസം എറണാകുളത്ത്, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രയർ സ്റ്റേഷനായിട്ട് പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് എറണാകുളത്ത് അതിന് മുമ്പായിട്ട് നമ്മൾ അന്യഭാഷാ പ്രാർത്ഥന ക്രമീകരിക്കുന്നു. സഹോദരങ്ങൾ അവിടെ കൂടും. ഞാൻ പറഞ്ഞതുപോലെ വെർച്വലി ഞാൻ ആ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. അന്യഭാഷയിൽ നമ്മുടെ ഗ്രൂപ്പിൽ അത് ഓൺ ചെയ്യും. എറണാകുളം ഭാഗത്തുള്ളവർക്ക്, ആഗ്രഹമുള്ളവർ, നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രെയർ ലൈൻ, ഇതിന് ശേഷം പ്രെയർ ലൈൻ നമ്പറുണ്ട്, അല്ലെങ്കിൽ ആ പ്രെയർ ലൈൻ നമ്പർ ഏറ്റവും അവസാനം കാണിക്കുക, അതിലേക്ക് ബന്ധപ്പെടാം. നമ്മൾ എറണാകുളത്ത് ഈ വരുന്ന മാസം നമ്മൾ അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അന്യഭാഷാ പ്രാർത്ഥനയാണ്, മീറ്റിംഗ്, ഡെലിവറൻസ് മീറ്റിംഗ് അല്ല. അന്യഭാഷയ്ക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ സഭയിലുണ്ടെങ്കിൽ, വിശ്വാസികളുണ്ടെങ്കിൽ, അവരാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരെല്ലാം കൂട്ടിക്ക് നമുക്കവിടെ ഹോളുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഹോൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് ഒരുമിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. അപ്പം രാവിലെ മുതൽ ഉച്ച വരെയാണ് ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ചോണം, ഇത് ഡെലിവറൻസ് മീറ്റിംഗ് അല്ല, അന്യഭാഷാ പ്രാർത്ഥനയാണിത്. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ എനിക്ക് അന്യഭാഷ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്, അന്യഭാഷ ഇല്ല. പക്ഷെ അങ്ങനെ ആഗ്രഹമുള്ളവർക്കും വന്നിരിക്കാം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ടും പറയുന്ന ആ കൂട്ടത്തിലൊരു പകർച്ച ഉണ്ടാവും. ആഗ്രഹത്തോടെ പറഞ്ഞേ, അന്യഭാഷയുടെ ആഗ്രഹത്തോടെ വരുവാണ്, നിങ്ങളെയും ദൈവം നിറയ്ക്കും. ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നേരിട്ടല്ല ഞാൻ വരുന്നത്, വെർച്വലി എടുത്ത് പറയുകയാണ്. അന്യഭാഷ പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആഗ്രഹമുള്ളവർ വരിക, നിർബന്ധമില്ല. ഇത് നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഓരോ പട്ടണത്തിലും നമ്മൾ പ്രാർത്ഥന പോരാളികളെ എണീപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന വലിയ പദവിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ ഏകദേശം ഒരു 10-20 പേര് താഴെയുള്ളൂ, മതി. ഞാൻ പറഞ്ഞു 2 പേരെ ഉള്ളെങ്കിലും മതി, പ്രാർത്ഥന നമ്മൾ വെക്കും. അപ്പോൾ ഇനിയും ആൾക്കാർക്ക് അതിൽ പങ്കുചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പങ്കുചേരാൻ നമ്മുടെ ലാസ്റ്റ് പ്രെയർ ലൈൻ നമ്പർ ഞാൻ കാണിക്കുമ്പോൾ ആ 3 നമ്പറിൽ ഏതെങ്കിലും നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കണം. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സഭയിലുള്ളവർ, അന്യഭാഷ പ്രാർത്ഥിക്കാൻ കൊതിയുള്ളവർ, ആത്മാവിൽ ഒരു പകർച്ച, അടുത്തൊരു ലെവലിലേക്ക് എനിക്ക് കയറണം, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിലേക്ക് പോകണം, എനിക്ക് ആത്മാവിൽ ഒരു സ്പിരിച്വൽ വാർഫെയറിലേക്ക് എനിക്ക് മൂവ് ചെയ്യണം, പേടിക്കൊന്നും വേണ്ട, ആത്മതലങ്ങൾ തുറന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ, ലൊക്കേഷനൊക്കെ ഞാൻ ഈ 2 ദിവസത്തിൽ ഇടുന്നതായിരിക്കും. എറണാകുളത്ത് ടൗണിൽ തന്നെയാണ്. അപ്പം ആഗ്രഹിക്കുന്നവർ നിങ്ങൾ വരിക. ഒത്തിരി ദൂരം നിർബന്ധിക്കുന്ന പോലെ പല പട്ടണത്തിലും ഇതുപോലെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അന്യഭാഷാ പ്രാർത്ഥന. അതിന് ശേഷം നമ്മുടെ പ്രാർത്ഥനകൾ വെക്കുന്നുള്ളൂ. ആദ്യം അന്യഭാഷാ പ്രാർത്ഥനയാണ് ദൈവം നിയോഗം തന്നത്. അപ്പം അതിൽ ജോയിൻ ചെയ്യുക. ആഗ്രഹിക്കുന്നവരൊക്കെ വാ, പ്രാർത്ഥിക്കുവാൻ കൊതിയുള്ളവർ വാ. അന്യഭാഷയിൽ നമുക്ക് ഒരുമിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ്, അന്യഭാഷാ പ്രാർത്ഥന എടുത്തെടുത്ത് ഞാൻ പറയുവാണേ, അവിടെ വന്നിട്ട് അയ്യോ ബ്രദറെ ഞാൻ കേട്ടത് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. അവിടെ ഡെലിവറൻസ് മീറ്റിംഗ് അല്ല, ഡെലിവറൻസ് ദൈവം ചെയ്യും അത്. പക്ഷേ ഇത് ആത്മാവിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പകർച്ച, അന്യഭാഷ മസ്റ്റായിട്ടും പ്രാപിക്കണം. അന്യഭാഷ ഇല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റത്തില്ല. കൊതിയുള്ളവർ, അന്യഭാഷ ആഗ്രഹിക്കുന്നവർക്കും വരാൻ പറ്റും. വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകും, വലിയ സ്പിരിച്വൽ എക്സ്പീരിയൻസ് അവിടെ ഉണ്ടാകും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. അപ്പോൾ ഇവിടെ നോക്കിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ കണ്ണൂരുള്ളവർ നിങ്ങൾ ഹോൾ അന്വേഷിക്കുക. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളോട് ചാറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇത് കഴിഞ്ഞിട്ട്, എറണാകുളം മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മീറ്റിംഗ് ചെയ്യുന്നുണ്ട് പലയിടങ്ങളിലും. ഇത് കഴിഞ്ഞതിന് ശേഷം താങ്ക് യു ഹോളീസ്. ഓരോ പട്ടണത്തിലും ഓരോ മാസം നമ്മളിത് ക്രമീകരിക്കും. ഓരോ മാസം അന്യഭാഷ പ്രാർത്ഥന അത് ക്രമീകരിക്കും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ യേശുവിൽ വസിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ കൺഫർമേഷനിലൂടെ നമുക്ക് മനസ്സിലാൻ യേശുവിലാണ്. ഇനി ശ്രദ്ധിച്ചോണം, ഇനി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 2 കാര്യം. ഇനി നിങ്ങളുടെ അന്നദാതാവ് നമ്മൾ പറയത്തില്ലേ, സോഴ്സ്, ഇപ്പോൾ യേശുവാണ് എൻ്റെ എല്ലാ ഉറവിടം. യേശുവാണ്. അതുകൊണ്ട് പൗലോസ് പറയും, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നു. ഇനി ഞാൻ ജീവിക്കുന്നത് വിശ്വാസത്താൽ. എൻ്റെ ദൈവം എന്നെ നടത്തും. ഞാനിപ്പോൾ ക്രിസ്തുവിൽ, എപ്പോഴും പറഞ്ഞു, ഞാൻ ക്രിസ്തുവിലാണ്.
ഞാൻ യേശുവിലാണ്, ഞാൻ പുതിയ മനുഷ്യനാണ്. ഇപ്പോൾ ഞാനും യേശുവും ഒരേ ആത്മാവിൽ ഇപ്പോൾ ഏകാത്മാവായി മാറിയിരിക്കുന്നു. അവത്തിൽ പെന്തക്കോസ് എന്നോ കത്തോലിക്കനെന്നോ ഓർത്തഡോക്സ് എന്നോ എന്താ പറയുക CSI എന്നോ ഒരു വ്യത്യാസവുമില്ല. ഏത് സഭക്കാരെന്നുള്ളത് ഇവിടെ വിഷയമല്ല. ക്രിസ്തുവിൽ എന്നതാണ് ഇവിടെ വ്യത്യാസം. ഞാൻ ക്രിസ്തുവിൽ. അതുകൊണ്ട് പൗലോസ് എപ്പോഴും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഗലാത്യ സഭയെന്നോ അപ്പൊല്ലോ സഭയെന്നോ പറയുന്നില്ല. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്ന പദം എപ്പോഴും ബൈബിളിൽ കാണാൻ പറ്റും. ക്രിസ്തുവിൽ. എങ്ങനെ ക്രിസ്തുവിലായത്? എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ സ്നാനത്തോടു കൂടെ യേശു ക്രിസ്തുവിലേക്ക് നാം പ്രവേശിക്കുന്നു. പഴയ മനുഷ്യനെ ഇതാണ് സ്നാന ശുശ്രൂഷ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ചിലർ പറയും സ്നാനപ്പെട്ട ബദറ ഞാൻ എങ്ങോട്ട് പോകും? സ്നാനപ്പെടുമ്പോൾ നിങ്ങൾ യേശുവിലേക്ക് പോകുന്നു, യേശുവുമായിട്ട് ചേരുന്നു. ഇനി ജീവിക്കേണ്ടത് എന്തെങ്കിലും വിഷയം വന്ന ഉടനെ എന്നെ വിളിക്കണം. ഇനി വിഷയം വരുമ്പോൾ യേശുവേന്ന് വിളിച്ചാൽ മതി. അപ്പാ നമ്മൾ ഒന്നാണല്ലോ. നമുക്കൊരു വിഷയം, എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, നമുക്കൊരു വിഷയം വന്നെന്ന് പറ. അങ്ങനെ വേണം പറയാൻ. എനിക്കൊരു വിഷയമുണ്ടെന്ന് ഇനി പറയരുതേ. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥം വന്നപ്പോൾ യേശു പറഞ്ഞു, ഇനി പിതാവ് എന്നിലും ഞാൻ നിന്നിലും വസിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കാരണം നിങ്ങൾ ഏകാത്മാവിനാൽ ഒന്നായി മാറി. ഇനി മുതൽ പറയണം, അപ്പാ നമുക്കൊരു വിഷയം വന്നിരിക്കുന്നു പറയണം. കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഭാരപ്പെടുന്നവർ, അപ്പാ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു വിഷയം വന്നിരിക്കുന്നു. യേശുവെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു വിഷയം വന്നിരിക്കുന്നു. നമ്മുടെ വീട്ടിലൊരു വിഷയം വന്നിരിക്കുന്നു. നമ്മളൊരു വിഷയത്തിൻ്റെ അകത്ത്, ഞാൻ വിഷയത്തിനകത്ത് ഭാരപ്പെടുവാണ്. ഇങ്ങനെ വേണം നിങ്ങൾ പറയാൻ. ഇതാണ് വിശ്വാസത്തോടെ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ ക്രിസ്തുവിലാണ്. യേശു പറഞ്ഞില്ല എന്നിൽ വസിപ്പിൻ. നോക്കിക്കേ, ഒരു വീട്ടിൽ വസിക്കുന്ന രണ്ടാൾക്കാർ തമ്മിൽ ഒരു പരിചയമില്ലാതെ വരത്തില്ലല്ലേ? പരസ്പരം കാണുകയോ എല്ലാ ദിവസവും നിങ്ങൾ കിടക്കുന്നു, ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാനും കേൾക്കാനും പറ്റുന്നുവെങ്കിൽ നിങ്ങൾ വസിക്കുന്നവരായതുകൊണ്ടാണ്. ഇതേപോലെ യേശുവിൽ വസിക്കുന്നവരാകണം നിങ്ങൾ. നിങ്ങൾ ആകണം എന്നല്ല, ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട, ക്രിസ്തുവിലാണ് നിങ്ങൾ. അപ്പോൾ നമുക്കൊരു വിഷയമുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ധൈര്യമായിട്ട് വേണം. അപ്പോൾ നമുക്കൊരു വിഷയമുണ്ട്, നമുക്കൊരു പ്രശ്നം. ആ പ്രശ്നം എന്നാ നമ്മളോട് പറ. നമ്മൾ ഒന്നാന്ന് പറ. ഏകാത്മാവിനാൽ ഒന്നായിരിക്കുന്നു. ഇതാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ നിങ്ങളിൽ സംഭവിക്കുന്നത്. അല്ലാതെ പലരും ചിന്തിച്ചിരിക്കും. അപ്പോൾ സഭ വേണം, നമുക്കൊരു കൂട്ടായ്മ വേണം. സഭകൾ നമ്മളെപ്പോഴും ഒരുക്കുന്ന സ്ഥലമാണ്. പക്ഷെ സഭയിൽ ചേരാനുള്ള ലൈസൻസ് അല്ല ഇത്. സഭയിൽ ചേരാനുള്ള ലൈസൻസ് അല്ല സ്നാനം. പക്ഷേ സഭ എന്നുള്ളത് ഒരടിസ്ഥാനമാണ്. അവിടെയാണ് നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നത്, നമ്മളെ വചനം പഠിപ്പിക്കുന്നത്, നമ്മളെ ഗൈഡ് ചെയ്യുന്ന അപ്പോസ്തലന്മാർ, പ്രവാചകൻ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകർ, ഇവരെല്ലാവരെയും സൃഷ്ടിക്കുകയും ഇവരെല്ലാവരും ഉള്ള സ്ഥലമാണ് സഭ. സഭ നമുക്ക് വേണം. ഞാനിത് കഴിഞ്ഞ ആഴ്ചത്തെ സൺഡേ മീറ്റിംഗ് നിങ്ങൾ കേട്ടത് ഞാൻ വിശ്വസിക്കുന്നു. സഭയെ പറ്റിയുള്ള ഒരു വെളിപ്പാടായിരുന്നു കഴിഞ്ഞ സൺഡേയിൽ മീറ്റിങ്ങിൽ പറഞ്ഞത്. അത് കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശമാണ് ദൈവം തന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? കർത്താവിൽ നമുക്ക് വസിക്കണം. നമ്മൾ വസിക്കുമ്പോഴാണ് നമുക്കിത് സംഭവിക്കുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ലിൻഡ എന്നാണ് സഹോദരൻ്റെ പേര്. ഇപ്പോൾ വർഗീസ് പറ എനിക്ക് അയച്ചു തരുന്നത്. ഞാൻ എൻ്റെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ലിറ്റ എന്ന് ആ നമ്പർ വേണം നിങ്ങൾക്ക്. ഞാനിപ്പോൾ തന്നെ ഒന്ന് പറ്റും. അത് കഴിഞ്ഞ പ്രാവശ്യം നമുക്കങ്ങനെ സംഭവിച്ചപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ആ നമ്പർ ഒന്ന് കാണാം. നിങ്ങൾ ലൈവിൽ കാണുന്നവർ ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞ് എടുക്കേണ്ട, കോൾ എടുക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിക്കുകയോ ചെയ്യേണ്ട. ഒത്തിരി പേർ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ദൈവം നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥന. എൻ്റെ കൂടെ ഇന്ന് അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് ഗ്രൂപ്പിൽ ചേരാത്ത ആൾക്കാരിനകത്തുണ്ടായിരുന്നോ? എറണാകുളം ഗ്രൂപ്പിൽ, പ്രാർത്ഥന ഗ്രൂപ്പിൽ വരാത്തൊരിനകത്തുണ്ടോ? ഇപ്പോൾ അറിഞ്ഞില്ല. ഇപ്പോഴറിഞ്ഞവരെല്ലാവരും ഉണ്ടോ? അതോ ഗ്രൂപ്പിൽ ചേർന്നവരാണോ? അല്ല, അറിയാത്തവരില്ല എൻ്റെ അകത്ത്? ഇല്ല. അപ്പോൾ ഇനി യൂട്യൂബിലൊക്കെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്യഭാഷയിൽ നിങ്ങൾക്ക് അവിടെ പങ്കുചേരാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. അത് വലിയ അനുഗ്രഹമാണ്. കർത്താവ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പുതുക്കം പ്രാപിക്കണം. ഓരോ പട്ടണങ്ങളിൽ നമുക്ക് അന്യഭാഷ ഉയരുമ്പോൾ തന്നെ നിർത്തിക്ക് ഈ സഭാ ചരിത്രം നിങ്ങൾ പഠിക്കുമ്പോൾ ആത്മാവിലെ ആരംഭമാണ് അന്യഭാഷ. അപ്പോസ്തലപ്രവൃത്തികൾ വായിക്കുമ്പോൾ സഭാചരിത്രത്തിൽ പറയുന്നു അവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. സുവിശേഷത്തിൻ്റെ ആരംഭം ആത്മാവിൻ്റെ നിറവാണ്.
അപ്പോൾ അത് നിങ്ങൾ പ്രാപിക്കുമ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിൽ നിങ്ങൾക്ക് ആത്മമേഖലകൾ ആക്റ്റീവായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയിലേക്ക് നമ്മൾ തന്നെ വരിക തന്നെ ചെയ്യും. ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവേ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ നന്മ കൊയ്യട്ടെ. ഈ സമയത്ത് തന്നെ പ്രതിസന്ധിക്കകത്ത് കടന്നു പോകുന്ന എൻ്റെ പ്രിയരെ, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിലൊന്ന് സ്വീകരിച്ച് എൻ്റെ കർത്താവ് ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നന്മയുടെ ഉറവിടങ്ങൾ തുറന്നു വരും. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രതിസന്ധികൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. ആ വേദനകൾ, ശരീരത്തിൻ്റെ അകത്ത് രോഗശക്തികൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. പ്രതിസന്ധികൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. പ്രതികൂലങ്ങൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പോൾ നന്മയ്ക്കായി കർത്താവെ അങ്ങ് ഞങ്ങളെ വിടിവിക്കുന്നല്ലോ. നന്മയ്ക്കായി കർത്താവ്, ദുഷ്ടൻ്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ചുരുകിപ്പോകുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ കർത്താവെ, ദുഷ്ടപിശാചിൻ്റെ പ്ലാനുകൾ അവിടെ തകരട്ടെ. പൈശാചിക ബന്ധനങ്ങൾ ഇപ്പോൾ തകരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നിങ്ങൾക്ക് വേണം ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത്, ഇപ്പം എനിക്ക് പ്രയർ ലൈനിൽ തന്നാണ്, അനാവശ്യമായിട്ട് ഈ നമ്പർ കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊന്ന് ജസ്റ്റ് സേവ് ചെയ്തു. അതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത് ലിറ്റ എന്നൊരു പേരിലാണത് വരുന്നത് കാണിക്കുന്നത്. അതുകൊണ്ട് അനാവശ്യമായിട്ട് മെസ്സേജുകൾ വന്ന് അതിൻ്റെ അകത്ത് എടുക്കണ്ട. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പിൽ നിന്ന് സഹോദരങ്ങൾ അതൊന്ന് റിമൂവ് ചെയ്തേക്കണം ആ വ്യക്തിയെ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കാം, നമ്പർ ഒന്ന് സേവ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാതിരിക്കാമല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരെ, പ്രയാസങ്ങൾ കടന്ന് യേശുവിൽ ഒന്ന് പറയാൻ, യേശുവിൽ വസിക്കുന്നു. എനിക്കറിയാം സ്നാന ശുശ്രൂഷകൾക്ക് വേണ്ടി തയ്യാറായ അനേക സഹോദരങ്ങളുണ്ട്. പ്രിയരെ, ഞാൻ സ്നാന ശുശ്രൂഷകൾ ചെയ്യുവാൻ ഈ വർഷം ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാം നമുക്ക് സമയങ്ങളും സാഹചര്യങ്ങളും എല്ലാം സ്നാനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒത്തിരി സഹോദരങ്ങളുണ്ട്. അത് നമുക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം സ്നാനം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് സഭയിൽ ചേരാനുള്ള ലൈസൻസ് അല്ല. സ്നാനം കൽപ്പനയാണ്. ഇത് നിങ്ങൾ യേശു ക്രിസ്തുവിനോട് ചേരണം. കർത്താവ് വരുമ്പോൾ നമുക്ക് പോകണമെങ്കിൽ പല കാര്യങ്ങളോടെ നമ്മൾ പോകണം. രക്ഷാ, സ്നാനം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആഗ്രഹിക്കുന്നു വരുന്ന സമയങ്ങളിൽ ക്രമീകരണങ്ങൾ ദൈവം ചെയ്യും. പ്രാർത്ഥിക്കുക, കർത്താവ് എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരണം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് ആ വേദനകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറുക. രോഗശക്തികൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരം വിട്ടുമാറുക. വേദനകളുടെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വിട്ടുമാറുക. അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്മകൾ തുറന്നു വരുന്നല്ലോ, അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു വരുന്നല്ലോ. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ റോസ്മേരി എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുക. ഈ വീടിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു റോസ് കളറിലെ, ഒരു ലൈറ്റ് റോസ് കളറിലെ ഒരു പെയിൻ്റ് അടിച്ചൊരു ഭവനമാണ് ഞാൻ കാണുന്നത്. ആ ഭവനത്തിലോട്ട് കയറുമ്പോൾ തന്നെ ഈ മുറ്റത്ത് നമ്മളെ ഈ ഫാൻസി നമ്മുടെ ഇതുണ്ടല്ലോ, ഈ മെറ്റിലല്ലാത്ത കുറേ പാറക്കല്ലുകളുണ്ടല്ലോ, അതിങ്ങനെ നിരത്തിയിട്ടേക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ എന്താ പറയുന്നത്, ഈ കുറേ ചെടികൾ നിൽക്കുന്ന ഒരു ഭവനമാണ്. ലൈറ്റ് റോസ് കളറിലൊരു പെയിൻ്റാണ് ആ വീടിൻ്റെ അകത്ത് ഞാൻ വീടിനെ കാണുന്നത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിപ്പാനുള്ളത് പറയുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. നിങ്ങളെ ആ കുടുംബത്തെ കർത്താവ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. ആ കുടുംബത്തിൻ്റെ അകത്തുനിന്ന് മരണശക്തികളെ പുറത്താക്കുവാൻ പ്രാർത്ഥനയാൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ
നാമത്തിൽ ആമേൻ പറഞ്ഞ കുടുംബത്തിന് വേണ്ടി സ്വീകരിച്ചോണേ. ദൈവം ഭവനത്തെ തൊടുവാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാ തകർച്ചകളും ഭവനം വിട്ട് മാറിപ്പോകട്ടെ. എല്ലാ തിന്മകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആ കുടുംബം, ആ ബന്ധപ്പെട്ട കുടുംബം ആരാണോ, അവരുമായിട്ട് ബന്ധപ്പെട്ടത് കണക്ട് ചെയ്താരാണോ, ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ, ദൈവാത്മാവ് ഞങ്ങളെ ഇടപെടുന്നല്ലോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, കൃപ പെരുകുന്നല്ലോ. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. താങ്ക് യു ജീസസ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ആലോചന ഇടപെടുന്നവർ മാത്രമേ നിങ്ങൾ മ്യൂട്ട് മാറ്റാവുള്ളേ. താങ്ക് യു ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ കൈയുടെ ഈ തണ്ടയ്ക്കായിട്ട്, അതായത് ഈ കൈയുടെ നമ്മുടെ ബാക്ക് വശം ഉണ്ടല്ലോ, തണ്ടെന്ന് പറയുന്ന ആ സ്ഥലത്ത് ഭയങ്കര വേദനയുള്ള വ്യക്തികളൊന്ന് കൈ എടുത്ത് വെച്ച് ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ അടിപ്പിണരാലുള്ള അത്ഭുത സൗഖ്യം നിങ്ങളുടെ മേൽ കർത്താവ് പകരുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു ജീവിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ അത്ഭുത സാക്ഷ്യം ഇപ്പോൾ സംഭവിക്കും. നിങ്ങളുടെ മേൽ അത്ഭുത സൗഖ്യം സംഭവിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് നമുക്ക് പക്വത തരട്ടെ. ഞാനിനി നിങ്ങളോട് പറയുന്നില്ല മ്യൂട്ട് മാറ്റം. ദൈവം ഒരു പക്വത തരട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ച് ഈ അനാവശ്യമായിട്ട് അവരുടെ ഉള്ളത്തിൽ അത് കൺട്രോൾ ചെയ്യുവാനും ഈ തുരിതരാന്ന് മ്യൂട്ട് മാറ്റുന്ന ആ സ്വഭാവങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ക്രിസ്തുവേശുവിൽ അറ്റൻഷനുള്ളവരായിട്ട്, അറ്റൻഷൻ കുറയുന്നതാണ് സംഭവിക്കുന്നത്, ശ്രദ്ധയുള്ളവരായി തീരട്ടെ. ഓ ജീസസ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു അച്ചൻ കുഞ്ഞെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഈ അച്ചൻ കുഞ്ഞിൻ്റെ ഭവനത്തിന് വേണ്ടി അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ആ കുടുംബത്തിൻ്റെ മേൽ ഇങ്ങനെ ഒരു വാക്ക് കാണുക. ഈ നഷ്ടങ്ങൾ സംഭവിച്ച ഒരു ഭവനം, ആ ഭവനത്തിൻ്റെ മേൽ ഞാൻ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. പറയാനുള്ളവരാണോ മൈക്ക് മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഈ അച്ചൻ കുഞ്ഞെന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിക്കുന്ന ആ ഒരു കുടുംബവുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മൺതിട്ട പോലെയുള്ള ഈ തിട്ടകൾ, മതിലിന് പകരം മൺതിട്ടകൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അത് ഒരു കാലമാണ് കാണിക്കുന്നത്. മൺതിട്ടകൾ ഇങ്ങനെ വീടിൻ്റെ സൈഡ് വശത്തായിട്ട് നിൽക്കുന്ന ഒരു ഭവനം. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ അകത്ത് ശൂന്യതകൾ കയറി കൂടിയിട്ട് നഷ്ടങ്ങളും പ്രശ്നങ്ങളും കൊണ്ടുവന്നിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോന്ന് കയറി വരിക. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്ന് സംഭവിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നഷ്ടങ്ങൾ ആ ഭവനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. എല്ലാ വരികളും കർത്താവെ തുറക്കട്ടെ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു. എന്റെ ഭവനമാണ് അച്ഛൻ കുഞ്ഞെന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡാണ്. എന്റെ ഭവനമാണത്. പഴയ കാലത്ത് ആ മതിലിന് പകരം നേരത്തെ അങ്ങനെയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. അതാ ഞാൻ പറയാം, ഏത് കാലമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ആ ഒരു മൺതിട്ട വീടിൻ്റെ അടുത്ത് ഇങ്ങനെ കാണുമായിരുന്നു. ഈ അച്ഛൻ കുഞ്ഞിൻ്റെ ഭവനത്തിൽ കർത്താവാണ് ശൂന്യതകൾ കയറിക്കൂടിയ ഭവനം. ഇന്ന് അതിൻ്റെ അകത്തുനിന്ന് ഇന്ന് ഒന്നിന് പുറകെ ഇന്ന് രോഗങ്ങളെ ഇട്ട് സമാധാനം കെടുത്തി സ്വസ്ഥത കെടുത്തി കർത്താവിനോട് പറയുന്നു, ഇരുട്ടിൻ്റെ അന്തരീക്ഷം ഇപ്പോൾ ഭവനത്തിൽ നിന്ന് നീങ്ങുവാണേ. കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം അവിടെ തുറക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നന്മ കൊയ്യും, നന്മ കൊയ്യും, അനുഗ്രഹങ്ങൾ കൊയ്യും. കർത്താവെ സകല പ്രതിസന്ധികൾ നീങ്ങുന്നല്ലോ. ഏറ്റെടുത്തോ സഹോദരി യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോട്ടോ. ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കുക. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് തുടക്കത്തിലെ പറഞ്ഞില്ല, ഭവനങ്ങളിൽ ആളുകൾ വന്ന് പ്രാർത്ഥിക്കും. നിസ്സാര കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കി.
രോഗികളും പ്രശ്നക്കാരും തകർന്നവരുമൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ വരും പ്രാർത്ഥിക്കാൻ. ഇന്നു മുതലൊന്ന് യേശുവിൻ്റെ നാമത്തിൽ കാണുന്നവരോടൊക്കെ ഒന്ന് കർത്താവിൻ്റെ നാമത്തിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച്. ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് ആക്റ്റീവായിരിക്കും നിങ്ങളുടെ മേൽ. ആമേൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. അത് ഉപയോഗിച്ച് ഒന്ന് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ച്. വീടിൻ്റെ അകത്ത് ആദ്യം ആരംഭിക്കുക. ഹസ്ബൻഡ് വേദന എന്ന് പറയുമ്പോൾ കൈയെടുത്ത് വെക്കുക. മക്കൾ പറയുക അമ്മച്ചി വിഷയമാണെന്ന് പറയുമ്പോൾ കൈവച്ച് അങ്ങ് പ്രാർത്ഥിക്കുക. അതങ്ങ് ആക്റ്റീവ് ആകാൻ തുടങ്ങും, പ്രവർത്തിക്കാൻ, അതും പുറത്തോട്ട് അങ്ങ് ഒഴുകാൻ തുടങ്ങും. അപ്പം പറയും ഇങ്ങനെ മാറിയെന്ന് പറയുമ്പോൾ ഭർത്താവ് പറയുമ്പോഴേ കൂട്ടുകാർ പറയും എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചതാണ്. കൂടെ പഠിക്കുന്ന പിള്ളേർ പറയും എന്നാ സംഭവിച്ചത്, എൻ്റെ അമ്മ പ്രാർത്ഥിച്ചതാണ്. അങ്ങനെ പറയുന്ന നിങ്ങളിലൂടെ ആൾക്കാർ തേടി വരാൻ പോവുക. അവിടെ സുവിശേഷത്തിൻ്റെ ഒരു വാതിലാണ്. യേശുവാണ് ചെയ്യുന്നത്, ഞാനല്ല. ദൈവരാജ്യമാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ പറ്റും. അതുപോലത്തെ സോഴ്സുകൾ തുറക്കുക. ഓ ജീസസ് ക്രൈസ്റ്റ്, ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു വ്യക്തിയെ കർത്താവ് എന്നെ ഫോക്കസ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്ത് കാണിക്കുവാണേ. ആ വ്യക്തിയെ കാണിക്കാൻ വേണ്ടി കർത്താവിനോട് പറയുന്നു. ആ വ്യക്തി ഈ ദിവസം വലിയൊരു മനപ്രയാസത്തിലൂടെ കടന്നു പോവുക. മനസ്സിൻ്റെ അകത്തൊരു വിഷമമുണ്ട്. പക്ഷെ ആ ഭാരം വല്ലാത്തൊരു ഭാരമാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, ആ വ്യക്തി ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കുവാണ്. ഞാൻ ആ വ്യക്തിയുടെ ബാഗിൻ്റെ അകത്ത് ഈ മിനറൽ വാട്ടറിൻ്റെ ചെറിയൊരു ബോട്ടിലിൻ്റെ കുപ്പി അതിൻ്റെ അകത്ത് കിടക്കുന്നു. അതോടൊപ്പം തന്നെ മെറൂൺ കളറിലെ ഒരു ചെറിയൊരു കൊടയും ആ ബാഗിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണും. വലിയൊരു മനപ്രയാസം ഈ ദിവസങ്ങളിലുണ്ട്. ഇങ്ങനെ ആ വ്യക്തി ഇങ്ങനെ അതിൻ്റെ അകത്ത് 2 അടയാളമാണ്. ഈ കുപ്പി അതിനകത്ത് കിടപ്പുണ്ട്. ഒരു മെറൂൺ കളറിലെ കുട ആ ബാഗിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ചെറിയൊരു കുടയാണ്. എന്റെ ബാഗാണ്. ഈ പറഞ്ഞ 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. മെറൂൺ കളറിലെ കുടയാണോ? ഞാൻ കണ്ടത് അതാണ്. മെറൂൺ, അതെ മെറൂൺ ഈ കുപ്പി അതിനകത്തുണ്ട്. മിനറൽ വാട്ടറിൻ്റെ വാട്ടർ ബോട്ടിലല്ല, മിനറൽ വാട്ടർ. അതെ മിനറൽ വാട്ടർ ബോട്ടിൽ കൊള്ളാത്തത് കൊണ്ട് ഞാൻ ഒരു ചെറിയ കുപ്പി മിനറൽ വാട്ടർ 1/2 ലിറ്ററിന്റെ മിനറൽ വാട്ടറിന്റെ കുപ്പി എപ്പോഴും ബാഗിനകത്ത് വെച്ചേക്കും. കണ്ടോ? അതായത് വാട്ടർ ബോട്ടിൽ കൊള്ളാത്തതുണ്ടല്ലേ? ഓ ജീസസ്. ഞാൻ ഈ 2 അടയാളമാണ് ജസ്റ്റ് കണ്ടത്. അപ്പോൾ ഈ മെറൂൺ കളറിൽ, അപ്പോൾ ഒത്തിരി കുട, പല കളറിലെ കുടയുണ്ട്, പക്ഷേ മെറൂൺ കളറിലെ കുടയാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഉള്ളത്തിൽ കർത്താവാണ് സിസ്റ്റർ വലിയൊരു മനപ്രയാസത്തിലൂടെ ഇങ്ങനെ കടന്നു പോകും. അതെ, വലിയൊരു വിഷയത്തിൽപ്പെട്ട് നിൽക്കുകയാണ് ബ്രദറെ. ഞാൻ സിസ്റ്റർക്ക് അയ്യോ പറയല്ലേ വിഷയം പറയരുത്. കേട്ടെ അല്ല, വിഷയം പറയാനല്ല, എനിക്ക് ബ്രദറിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഞാൻ മെസ്സേജ് ഇട്ടിട്ട് നോക്കിയിട്ടില്ല ഇതുവരെ. ഇല്ല, നോക്കിയില്ല. അപ്പോൾ ഇന്ന് കർത്താവ് അത് കണ്ടു. ഞാൻ കണ്ടില്ലെങ്കിലും ദൈവം അത് കണ്ടു. ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞത് ഈ അടയാളം സിസ്റ്ററെ, ഈ ബാഗിന്റെ അകത്തെ അടയാളം ഞാൻ കാണാൻ വല്ലോ വഴിയുണ്ടോ സിസ്റ്ററെ? ഒരിക്കലും ഇല്ല. എന്നാൽ കർത്താവ് അത് കണ്ടു. ദൈവം നിങ്ങൾക്കത് നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടി, നമുക്കത് എന്നെ തന്നെയാണ് എൻ്റെ യേശു കണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മളെപ്പോൾ പലരും കളിയാക്കും, ബ്രദർ ഈ കുപ്പിയും കുടയൊക്കെ തപ്പുന്നതാണോ പരിശുദ്ധാത്മാവ്? എപ്പോഴും ഓർത്തോണം. ഞാൻ എപ്പോൾ ആലോചന പറഞ്ഞു ഞാനത് എടുത്തു പറയും. ആൾക്കാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. പക്ഷെ ഓർത്തോണം, ദൈവത്തിന് എന്നെ ലൊക്കേറ്റ് ചെയ്യണം. ഞാനാണ് 1000ങ്ങളുടെ നടുവിൽ, 10000ങ്ങളുടെ നടുവിൽ, ലക്ഷങ്ങളുടെ നടുവിൽ യേശു എന്നെ കാണുന്നു എന്നതിന് ദൈവാത്മാവ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പല തിങ്സുകളും വെളിപ്പെടുത്തുന്നത്. ഇന്ന് സിസ്റ്ററെ കർത്താവ് ഉള്ളത്തിൽ പറയുന്നു, ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന മനപ്രയാസത്തിൻ്റെ അകത്ത് കർത്താവ് ഒരു സൊല്യൂഷൻ തരും. കുടുംബത്തിൻ്റെ അകത്ത് ഇപ്പം ഞാൻ കാണുന്ന ഉറക്കം പോലും നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, നന്നായിട്ടൊന്ന് വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. കഷ്ടിച്ച് 1 മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഓ യേശു, ഇന്ന് ആ മനപ്രയാസത്തിൻ്റെ മേൽ കർത്താവിൻ്റെ തീ കത്താൻ വേണ്ടി പോകട്ടോ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു 2 വഴികൾ കേട്ടോ സിസ്റ്ററെ. ഇന്ന് കർത്താവ് എന്നെ പറയാം 2 സോഴ്സുകൾ തുറക്കാൻ വേണ്ടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ. അതായത് ഞാൻ ഈ പറയുന്ന കാര്യം ഞാനത് പറഞ്ഞു, നമ്മൾ ഇങ്ങോട്ടൊന്നും പറയരുത്, ശ്രദ്ധിച്ചോണേ. ആലോചന വരുമ്പോൾ ശ്രദ്ധിച്ചോണേ. ഞാൻ ചോദിക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞാൽ മതിയേ, ശ്രദ്ധിച്ചോണേ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ 2 സോഴ്സുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഒന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വ്യക്തിയെ തമ്പുരാൻ തൊട്ട് ഈ വ്യക്തി തന്നെ തിരിച്ചു പറയാൻ വേണ്ടി പോവാം. ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി തിരിച്ചു പറയാം. അതോ ഞാൻ പറയും ഇങ്ങോട്ടൊന്നും പറയരുത് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നിങ്ങളെ കയറ്റും. യേശുവിന് 2ാമത്തെ കാര്യം, ഒരു റിസോഴ്സ് നിങ്ങൾക്ക് വേണ്ടി തുറക്കും. കേൾക്കുന്നുണ്ടോ? ഒരു റിസോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കും. ഞാൻ ഈ പറഞ്ഞ പേരെന്ന് കുറിച്ച് വെച്ചോണേ. സരിത എന്ന് പറയുന്ന ഒരു പേര് കുറിച്ച് വെച്ചോണേ. ഇതൊരു നിങ്ങളുടെ ലൈഫിൽ ഒരു മുഖാന്തിരമായി ദൈവം മാറ്റും. താങ്ക് യു ജീസസ്. ഇതൊരു മുഖാന്തിരമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത്, ദൈവത്താൽ അയക്കപ്പെടുന്നൊരു മുഖാന്തിരമാണ്
ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററെ, ഈ ദിവസങ്ങളിൽ നീണ്ട 44 ദിവസത്തിൻ്റെ അകത്ത് സകല കാര്യങ്ങളും ദൈവം തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് അനുകൂലമാക്കും. ഈ വ്യക്തി തിരുത്തി പറയും. ഈ വ്യക്തിയുടെ നാവ് കൊണ്ട് തന്നെ ഒരു സാധ്യതയില്ല, പക്ഷേ ഈ വ്യക്തിയുടെ നാവ് നിങ്ങൾക്ക് അനുകൂലമാകും, സാഹചര്യം അനുകൂലമാകും. 2 ഡോറുകളാണ് ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സിസ്റ്ററെ, ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നന്ദി യേശുവേ. ഈ സമയത്ത് ആ കൈത്തണ്ടലിൽ വേദനയുള്ളൊരു കൈയെടുത്ത് വെച്ച്, എന്നിട്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞു, യേശുവിൽ ഞാൻ ഒന്നാണ്. യേശുവിൻ്റെ കയ്യെ രോഗമില്ലെങ്കിൽ എൻ്റെ കയ്യിലും രോഗമില്ല. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വന്നപ്പോൾ ഞങ്ങൾ 2 പേരല്ല, യേശുവിൻ്റെ ശരീരവുമായിട്ട് എന്നെ ഏകീഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് രോഗത്തിന് എൻ്റെ മേൽ അവകാശമില്ലെന്ന് പറ. അതുകൊണ്ട് ശാപത്തിന് എൻ്റെ മേൽ അവകാശമില്ല. അതുകൊണ്ട് രോഗശക്തിക്ക് എൻ്റെ മേൽ അവകാശമില്ല. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് അനോയിൻറ്റിങ് ഈസ് മൂവിങ്. എല്ലാ വേദനകളും, കൈത്തണ്ടയിലെ വേദന മാത്രമല്ല, എല്ലാ വേദനകളെയും ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നു. രോഗസൗഖ്യം തീ പോലെ അകത്തോട്ട് കത്തുക. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സകല രോഗങ്ങളും കത്തി ചാമ്പലാകുക. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ എന്ന സൗഖ്യം സംഭവിക്കും. ഓ ജീസസ്, ഓ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. യേശു ക്രിസ്തു ഞങ്ങളുടെ രോഗത്തെ വഹിച്ചു. കർത്താവ് ഞങ്ങളുടെ വേദനകളെ ചുമന്നു. കർത്താവിൻ്റെ അടിപ്പിണരാൽ രോഗസൗഖ്യമുണ്ട്, ദിവ്യാരോഗ്യമുണ്ട്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് ഇപ്പോൾ വ്യാപരിച്ചു. ഒന്ന് ചെക്ക് ചെയ്തേ ബോഡിയിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഞാനിപ്പോൾ ചോദിക്കുവേ, സൗഖ്യം ഒന്ന് ചെക്ക് ചെയ്തേ ബോഡിയിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്നു, ഒരു മിൽമായുടെ, അതിപ്പോഴുള്ളതാണോ നേരത്തെ ഉള്ള എനിക്കറിയത്തില്ല, ഒരു ബസ് ഇറങ്ങിയതിന് ശേഷം മിൽമ ബൂത്ത് എന്ന് പറയും. കണ്ടിട്ടുണ്ടോ മിൽമ ബൂത്ത്? നിങ്ങൾ ആ ഉള്ള ആൾക്കറിയാൻ പറ്റും. മിൽമ ബൂത്തിൻ്റെ സൈഡിലൂടെ നടന്ന് ഒരു വഴി, ആ നടക്കുമ്പോൾ തന്നെ വലതുവശത്തൊരു മതിൽക്കെട്ടുണ്ട്. ആ മതിൽക്കെട്ട് ആ നേരെ നടന്ന് കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ ചെറിയൊരു വളവ് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ മുമ്പോട്ട് കഴിയുമ്പോഴേക്കും കുറേ വാഴ ഇങ്ങനെ വഴിയിലോട്ട് ഇങ്ങനെ നിൽക്കുന്നത്, മതിലിൻ്റെ അകത്തു നിന്നും വഴിയിലോട്ട് ഇങ്ങനെ വാഴ നിൽക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ, ഈ ചെറിയ വലിയ വഴിയല്ലത്, എന്നാൽ അത്യാവശ്യം വണ്ടി പോണ വഴിയാണ്. കുറച്ചും കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോഴേക്കും അവിടെ നേരെ കാണുന്ന ഒരു വീട്, നേരെ ഒരു വീട് കാണാം. പിന്നെ അവിടെ നിന്നൊരു ടേണിങ് കർത്താവ് എന്നെ കാണിക്കുവാണ്. എന്നാൽ ഈ നേരെ കാണുന്ന വീട് പലപ്പോഴും നിങ്ങളതിലെ പാസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ എന്തോ ഒരു അട്രാക്ഷൻ ആ ഭവനത്തോട് തോന്നും. ചില സമയത്ത് അത് തോന്നൽ പോലെ മനസ്സിൽ വരും. പക്ഷേ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ അടയാളമുള്ള കണ്ട ഭവനം ഏതാണോ, ഇപ്പോൾ എനിക്കറിയത്തില്ല മിൽമബൂത്ത് ഇപ്പോൾ ഉള്ളതാണോ അത് നേരത്തെ ഉള്ള എനിക്കറിയത്തില്ല. പക്ഷേ ഇത് വ്യക്തമായി ഈ വഴികൾ ഞാൻ കാണുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്തത് ഏത് വ്യക്തിയാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ ഭവനത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞ് ആ ദൈവിക നിയോഗത്തെ സ്വീകരിച്ചോണേ. കർത്താവ് നിങ്ങളെ അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യമാക്കി കർത്താവ് മാറ്റാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങളിന്ന് കർത്താവ് ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഈ അടയാളം ഉള്ള ഭവനം സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ പറഞ്ഞു പാസ്റ്റർ, അത് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഭവനമാണ്. സുഹൃത്ത് മരിച്ചുപോയി, എന്നാലും മകൻ മാത്രമേ അവിടെ ഉള്ളൂ. അവന് ഈ പറഞ്ഞ പോലെയാണോ സിസ്റ്റർ അടയാളങ്ങളെല്ലാം? എല്ലാ അടയാളങ്ങളും അത് തന്നെ. ഈ വഴി മരിച്ചുപോയി, മകൻ തന്നെ ഉള്ളു ഇപ്പൊ. ഓ, ദുഷ്ടപിശാച ഭവനത്തെ കയറി നാശം വിതച്ച ഭവനമാണ് സിസ്റ്ററെ. ഞാൻ നടന്നു പോയ വഴി തന്നെയാണോ സിസ്റ്ററെ ഇപ്പൊ കണ്ടത് സിസ്റ്റർ? അതെ 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 അതെ, ഇതേപോലെ തന്നെയാണ്, ഇതേ വഴി. ഇതേതാ സ്ഥലം? എവിടെയാ? കേരളത്തിൽ എവിടെയാ സ്ഥലം?
എറണാകുളം ഇടപ്പള്ളി കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷനാണ്. ഓ ടോൾ അതായത് ജംഗ്ഷൻ എന്ന് പറയും അപ്പൊ ഈ പുറത്തായിട്ട്. പറഞ്ഞ അതെ അതെ. ഇപ്പോൾ ആ മിൽമ അവിടെ ബൂത്ത് ഉണ്ടോ അതോ നേരത്തെ ഉള്ളതാണോ? ഉണ്ട് 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 ഉണ്ട്. മിൽമ ഇപ്പോഴും ഉണ്ട്. ബൂത്ത് ഉണ്ട്, അവിടെ ഈ സ്റ്റേഷനും ഉണ്ട് തൊട്ട് ഓ യേശു, അപ്പം ഞാൻ ആ വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഈ യാത്ര ചെയ്തപ്പോൾ കണ്ടത് ഇച്ചിരി പഴക്കമുള്ള, അതായത് ഈ പ്രസൻറ്റ് സമയത്തല്ല ഞാൻ സഞ്ചരിച്ചത്. അപ്പം ഞാൻ അതുകൊണ്ട് എടുത്ത് ഞാൻ ചോദിച്ചത്, പ്രസൻറ്റ് കാലഘട്ടത്തിലല്ല ഞാൻ സഞ്ചരിക്കുന്നത്, ഇച്ചിരി പഴയ കുറച്ച് പുറകോട്ട് പോയി. ആ പുറകോട്ട് പോയതിന് എടുത്ത് ഞാൻ ചോദിച്ചത് ഇപ്പോഴതുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം ഈ ചെന്ന് കാണുന്ന ഭവനത്തിൽ ആ സമയത്ത് കയറിക്കൂടി പലപ്പോഴും നിങ്ങൾ അതിലെ പാസ് ചെയ്യുമ്പോൾ, അതായത് ഒന്ന് ഓർത്താൽ മതി, അതെ അതെ ഈ മരണങ്ങൾ സംഭവിക്കുന്നതിൻ്റെ പുറകോട്ടൊന്ന് പോയാൽ പലപ്പോഴും ആ ഭവനം കാണുമ്പോൾ നമ്മുടെ ഉള്ളത്തിലൊരു നിഗൂഢത പോലെ, അതൊരു എന്തോ ഒരു ചിന്ത, നമ്മൾ എല്ലാ വീട്ടിലും നോക്കുന്നുവെങ്കിൽ ഇതേ നോക്കുമ്പോൾ എന്തോ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് മുതൽ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ആ കുടുംബത്തിൻ്റെ അകത്ത് കയറിക്കേടി അറക്കാനും മുടിക്കാനും മോട്ടിക്കാനും കയറിക്കൂടിയ പിശാചിനെ ഇറക്കി വിടുവാൻ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇന്ന് ജ്വലിക്കട്ടെ അകത്ത്. പ്രിയ സഹോദരൻ, ഞങ്ങൾ അഭിഷേകത്തിൻ്റെ വലിയൊരു തലത്തിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യുന്നപ്പോൾ സഹോദരി കഴിയുമെങ്കിൽ അവനെ ഒന്ന് ആശ്വസിപ്പിക്കണമേ, കഴിയുമെങ്കിൽ അവനോടൊന്ന് സംസാരിക്കണമേ, പറ്റുമെങ്കിലല്ല അവൻ്റെ ഒരു വാക്കൊന്ന് കൈവച്ച് ജസ്റ്റ് 2 സെക്കൻഡെങ്കിലും ഒന്ന് യേശുവിൻ്റെ നാമത്തെ അതിനെ അനുഗ്രഹിക്കുന്നു, ഒന്നൊരു വാക്കെങ്കിലും പറയണമേ. ദൈവം അവനെ മരണത്തിൽ വിട്ടുകൊടുക്കാതെ യേശുവിൻ്റെ നാമത്തെ അവൻ തിരിച്ചു വരും കേട്ടോ. പ്രാർത്ഥിപ്പാൻ ഏൽപ്പിക്കുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ സിസ്റ്ററെ. താങ്ക് യു ആ ഹോളി വീട്ടിൽ സ്പിരിറ്റ്. പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓ തിസ്ര പോയി തീരുമാനിച്ചിരിക്കുമായിരുന്നു. ആമേൻ. തീരുമാനിച്ചിരിക്കുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അഭിഷേകത്തോടു കൂടെ പോവുക കേട്ടോ. വിടുതൽ ദൈവം തരും. ഗോഡ് ബ്ലസ് യു. ഓ, കർത്താവെ ഇത്രത്തോളം അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് സൗഖ്യം ശരീരത്തിൻ്റെ അകത്ത് അനുഭവിക്കുന്നവരെന്ന് ചെക്ക് ചെയ്ത കൈയും കാലും ഒക്കെ തിരിച്ചും മറിച്ചും ആ വയറ്റിലെ മുഴയൊക്കെ ഉണ്ട്, തപ്പി നോക്കിക്കാതെ അവിടെ ഇല്ല. യേശു തൊട്ടിരിക്കുന്നു. അനുഗ്രഹവും സൗഖ്യവും അവകാശമാണ് പ്രിയരെ. ഈ ദിവസങ്ങളിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവരെ യേശുവിന് വേണ്ടി നിങ്ങൾ ഓടുക. സ്വർഗരാജ്യത്തിൽ നന്മ വരും. ഒരു ബ്രദറും തരത്തില്ല, ഒരു സിസ്റ്ററും തരത്തില്ല, ഒരു സഭയും തരത്തില്ല. പക്ഷേ ദൈവരാജ്യത്ത് വേലക്കാരൻ കൂലിക്ക് യോഗ്യനാ. പെരയ്ക്കകത്തിരിക്കാതെ പുറത്തിറങ്ങുക, യേശുവിൻ്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്ക്, സുവിശേഷം അറിയിക്ക്, ഒരവസരം കിട്ടിയാൽ കർത്താവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്ക്. തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി നന്മകൾ തുറക്കും. ആമേൻ. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പേടിക്കേണ്ട. നിങ്ങൾ എവിടെ തടസ്സപ്പെട്ടോ അതെല്ലാം തുറന്നു വരും. പ്രത്യേകിച്ച് ഒന്നും പ്രാർത്ഥിക്കേണ്ട, തന്നെ എല്ലാം നടക്കും. കാര്യം നിങ്ങൾ ദൈവരാജ്യത്തിൽ ബൈബിൾ പറയുന്നു, താലന്ത് കുഴിച്ചിടുന്നവരല്ല വാണിഭം ചെയ്യുന്നവർ. അങ്ങനെ തന്നെ ബൈബിളിൽ പറയുന്നത്, വാണിഭം ചെയ്യുന്നതാണ് നമ്മൾ. അതൊരു സോഴ്സായിട്ട് തന്നെ കർത്താവ് കാണിക്കുക, കൂലിയും വേലയുമായിട്ട് കർത്താവ് അതിനെ കാണിക്കുക. ഓ ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുന്നു. ആ ഒരു ഭവനത്തിൻ്റെ അകത്ത് ഒരു ഓട്ടോറിക്ഷ കർത്താവ് എൻ്റെ ഒരു അടയാളമായി കാണിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഓട്ടോറിക്ഷയുടെ പേര് ഞാൻ കാണുന്നത് ജീസസ് എന്ന് എഴുതിയേക്കുന്ന ഒരു ഓട്ടോയാണ്. അതിൻ്റെ അകത്ത് ജെ എന്ന് പറയുന്ന പേര് തുടങ്ങുന്ന ഒരാളും ആ ഭവനത്തിൻ്റെ അകത്തുണ്ട്. അതായത് ഓട്ടോറിക്ഷയുടെ പേര് ജീസസ് എന്നാണ്, എന്നാൽ ആ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ ജെ എന്ന് പറയുന്ന ഒരു പേരുള്ള വ്യക്തിയും ആ ഭവനത്തിൻ്റെ അകത്തുണ്ട്. ആ വ്യക്തിയെയും കുടുംബത്തെയും കർത്താവ് തൊടുന്നു. ആ അടയാളം ഉള്ള ഭവനം ഏതാണോ, ഈ ജീസസ് എന്നാണ് ഓട്ടോറിക്ഷയുടെ പേര്, ജയ എന്ന് പറയുന്ന ഒരു പേരുകാരൻ ആ ഭവനത്തിലുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തമ്പുരാൻ പറയുന്നു. എന്നുള്ളത്തിൽ തമ്പുരാൻ പറയുന്നു, നഷ്ടപ്പെട്ട് പോകുമെന്ന വക്കിൽ നിൽക്കുക എന്നത്തെ കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ ദൈവ ഭവനത്തെ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ച പ്രിയരെ, നിങ്ങൾ തകർന്നു പോകത്തില്ല. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തു, യേശുവിൻ്റെ കൃപ പെരുകാൻ വേണ്ടി പോകുന്നു പറയണം. നിൻ്റെ ജീവിതത്തിൽ നഷ്ടം വരത്തില്ലെന്ന് പറയണം. കർത്താവ് നിന്നെ കരുതുമെന്ന് പറഞ്ഞോണം. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം അവിടെ ചെയ്യും. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ പറഞ്ഞ് ദൈവിക ആലോചനകളെ സ്വീകരിച്ചു. സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഇങ്ങനെ തന്നെ ആ വാക്ക് പറയണേ. നഷ്ടം വരത്തില്ല, ദൈവം സൂക്ഷിക്കും. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഈ പറയാൻ ഉള്ളവർ വല്ലതും ആണോ ഈ മൈക്ക് മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? അല്ലെങ്കിൽ എല്ലാവരും ഇത് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ബ്രദർ, എന്തോ എന്റെ ഈ കൈയുടെ ഈ പുറത്തോ കാര്യം 2 പ്രാവശ്യം ഇപ്പൊ പറഞ്ഞു. അത് എന്റെ ഫ്രണ്ടിനെ ഇപ്പൊ അഡ്മിറ്റ് ആക്കിയേക്കുക ആ ഏരിയയിൽ ഓപ്പറേഷന് വേണ്ടി. വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഞങ്ങൾ ആ മകളെ ബ്ലസ് ചെയ്യുന്നു. ഇപ്പം തന്നെ ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞോണേ. ഞാനിപ്പോൾ കർത്താവ് ഇന്ന് പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം പ്രിയ മകളുടെ മേൽ വ്യാപരിക്കട്ടെ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓപ്പറേഷൻ മാറിപ്പോകട്ടെ. കൈയുടെ മേൽ സ്ട്രെങ്ത് വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.
താങ്ക് യു. ഇപ്പം തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. അതുപോലെ എന്റെ കാലിലെ ഓപ്പറേഷൻ ചെയ്തിരിക്കുക, ഭയങ്കര വേദന. ഇപ്പം പ്രാർത്ഥിച്ചായിരുന്നു വേദന മാറിപ്പോട്ടെ, മറ്റു പ്രയാസങ്ങളും പോട്ടെ എന്ന്. അത് ഭയങ്കരമായിട്ട് കൈവച്ച സിസ്റ്റർ, കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം നമ്മുടെ മേൽ വ്യാപരിച്ച് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ദൈവപ്രവൃത്തി അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീസസ്. ഞാൻ ഈ ജിസ് എന്ന് പറയുന്ന ഒരു പേര്, അത് ഒഫീഷ്യൽ നെയിമാണ്, വെളിപ്പറഞ്ഞ കാര്യത്തിൽ ജിസ് എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിക്കുക. ജിസ് എന്ന് പറയുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ അകത്ത് 1984 ജനിച്ചൊരു വ്യക്തിയെയും കർത്താവ് എന്നെ കാണിക്കുക. ജിസ് എന്നുള്ള പേരും 1984 ജനിച്ച മറ്റൊരു വ്യക്തിയെയും ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്നു. ആ കുടുംബം ഏതാണോ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചത് അടയാളം കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു വാക്കിനോട് തമ്പുരാൻ പറയുന്നു. എന്നിങ്ങനെ വാക്ക് പറയുക, പിണങ്ങിപ്പോയ ചില വ്യക്തികൾ ഭവനത്തിൽ മടങ്ങി വരും. തെറ്റിദ്ധാരണകൾ നിമിത്തം പിണങ്ങിപ്പോയത് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളൊന്നും പറയാതെ തന്നെ ഹൃദയത്തിൻ്റെ അകത്ത് കുത്തുകൊണ്ട് അവർ മടങ്ങി വരാൻ വേണ്ടി പോകുന്നു. നിങ്ങളൊത്തിരി ഭാരപ്പെട്ടതാണ്, പക്ഷെ കർത്താവ് ഇന്ന് തൊടാൻ വേണ്ടി പോകുന്ന ജിസ്സിൻ്റെ ഭവനം ഏതാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ഇന്ന് നിങ്ങൾക്കെതിരെ വിരോധമായി നിൽക്കുന്ന എല്ലാ വ്യക്തികളും അനുകൂലമായി വരാൻ വേണ്ടി പോകുന്നു. കാര്യം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിരുന്ന ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ പറഞ്ഞു പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ. അതെ ബ്രദറെ, എന്റെ മോന്റെ പേരാണ് ജിസ്മോൻ. ഞാനിപ്പോ ഇച്ചിരി പ്രയാസത്തിലാണ്. സഹോദരങ്ങളൊക്കെ ഇച്ചിരി ഇതായിട്ട് നിൽക്കുന്നു. 84 ജനിച്ചത് എന്റെ പപ്പാടെ അനിയന്റെ മോനാണ്, തൊട്ടടുത്ത് താമസിക്കുന്ന അച്ചുമോൻ. അപ്പം ബ്രദർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എനിക്കിപ്പോ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങള്. ഓ സിസ്റ്ററെ, അവരെല്ലാം തെറ്റിദ്ധാരണകളുടെ നിമിത്തം പിശാച് അവരുടെ ഉള്ളത്തെ കലക്കിയതാണ്. ഇന്ന് കർത്താവ് അനുകൂലമാക്കാൻ വേണ്ടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദൈവം ഈ വ്യക്തികളിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത കൊണ്ടുവരാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു കേട്ടോ. വലിയൊരു നന്മ. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. തമ്പുരാൻ ഇതെല്ലാം അറിയുന്നു കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മുടെ സമയം ഇച്ചിരി മുന്നോട്ട് പോയി നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ പോകാം. കർത്താവെ, ഇന്ന് നമുക്ക് ടൈമൊന്നും മാറ്റുകയായിരുന്നു, ഞാൻ ഓർത്തില്ല. ഇന്ത്യൻ സമയത്ത് കയറി വരുന്നു. കർത്താവെ, ഞാൻ ആലോചിക്കുന്ന ഈ ദിവസങ്ങളിൽ വലിയ കൃപകളാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒരു നിമിഷം ഒന്ന് കേട്ടെ, ലെഫ്റ്റ് ആകുന്നതിന് മുമ്പ് കേട്ടെ, ആൾക്കാർ കേട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ വലിയൊരു ഒഴുക്കുണ്ടാകട്ടെ അപ്പ. ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ അഞ്ജന സണ്ണി എന്ന് പറഞ്ഞ ഒരു പേര് കർത്താവ് എൻ്റെ മനസ്സിലേക്ക് തരും. അഞ്ജന സണ്ണി, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അഞ്ജന സണ്ണി എന്നുള്ള പേര്. ആ വ്യക്തിയുമായിട്ട് ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് പറഞ്ഞു അഞ്ജന സണ്ണി. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ഈ ദിവസം ഒരു ദുഃഖ വാർത്ത കേൾപ്പിക്കുമെന്ന് വാദിക്കുന്നതിനെ ആത്മാവിൽ ഞങ്ങൾ വെട്ടിമാറ്റുന്നു. ആ ഭവനത്തെ അറിയിക്കണം. ദൈവാത്മാവ് ഇന്ന് ഇടപെടുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ അഞ്ജന സണ്ണിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളത് റിലീസ് ചെയ്യുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ അധികാരം ഇന്ന് അവരുടെ മേൽ വെളിപ്പെടുന്നല്ലോ. അപ്പോൾ അനർത്ഥങ്ങൾ വിട്ടുപോട്ടെ. ഓ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആമേൻ പറഞ്ഞ ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടത് ഏറ്റെടുത്തോണേ. നിങ്ങൾ ആ വ്യക്തിയെ വിളിച്ചപ്പോൾ തന്നെ പ്രാർത്ഥിച്ചോണേ. അവർ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ നിൽക്കേണ്ട. ഞാനൊരു പ്രാർത്ഥനയിൽ കേട്ടതാണ്. അത് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുസരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് അനർത്ഥം വിട്ടും അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന രീതിയിൽ അത് മാറിപ്പോകുന്നത് കാണാൻ പറ്റും. ഞാനത് റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പം നമുക്ക് അന്യഭാഷാ പ്രാർത്ഥന ക്രമീകരിക്കുന്നു. പല പട്ടണത്തിലും നമ്മളത് ക്രമീകരിക്കുന്നു. അപ്പം അന്യഭാഷയിൽ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഹോളുകൾ നമുക്ക് ആവശ്യമാണ്. സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് നമുക്ക് പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ രാജ്യങ്ങൾ, പട്ടണങ്ങൾ ഒരുങ്ങുക. ദൈവത്തിൻ്റെ വലിയ മാസം തന്നെ നമ്മൾ സൗദിയിൽ ഞാൻ പറഞ്ഞ സ്ഥലത്തുണ്ട്. നമ്മളൊരു അവിടെ ക്രമീകരിക്കുക. അത് അന്യഭാഷാ പ്രാർത്ഥന തന്നെയാണ്. അന്യഭാഷാ പ്രാർത്ഥനയും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കും. വൻ കാര്യങ്ങളെ, ദേശങ്ങൾ ഇളകുവാൻ അഭിഷേകം നിങ്ങളുടെ മേൽ നിറയ്ക്കും. പട്ടണങ്ങളെ പിടിക്കും. നിങ്ങൾ നോക്കിക്കോ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കാറ്റടിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയം സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. വിതയ്ക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞു, നന്മയിൽ നിന്നും ഓഹരികൾ മാറ്റിവെക്കണം. ലഭിക്കുന്ന അധ്വാനത്തിൻ്റെ അകത്തുനിന്ന് മാറ്റിവെക്കണം. ഇത് പിരിവല്ല, ബ്രദറിന് കൊടുക്കുകയല്ല, സഭയ്ക്ക് കൊടുക്കുകയല്ല. സുവിശേഷത്തിൽ നമുക്ക് നന്മ ആവശ്യമാണ്.
ഇപ്പോൾ കർത്താവിൻ്റെ കാശില്ല, ദൈവത്തിന് കാശുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിച്ച് അതിനു വേണ്ടിയാണ്. നമ്മുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാവും. എല്ലാ മാസവും മാറ്റി വെക്കുന്നവരുണ്ട്. അത് വിതയ്ക്കണം. അത് പൗലോസ് പറഞ്ഞതുപോലെ ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. അത് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല, ശ്രദ്ധിച്ച്. അതിൻ്റെ അർത്ഥം ധാരാളമായി ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ജോലിയെ നോക്കി, ബിസിനസ് നോക്കിയിട്ട് പ്രവചിക്കണം, വർദ്ധിക്കും ഞാൻ. ഇതൊന്നും കൊണ്ട് നിൽക്കത്തില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ സഹോദരി നാൾ പറഞ്ഞില്ല, മുണ്ടക്കയത്തുള്ള സഹോദരി പറഞ്ഞതുപോലെ, കർത്താവ് എനിക്കൊരു ചെറിയ ജോലി കിട്ടിയാൽ, ഒരു 5000 രൂപയുടെ ജോലി കിട്ടിയാൽ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കാമെന്നാണ് ശ്രുതി സിസ്റ്റർ മുണ്ടക്കയം പറഞ്ഞത്. നിങ്ങൾ കേട്ടായിരുന്ന സാക്ഷ്യമല്ലേ? 5000 രൂപയെങ്കിലും കിട്ടിയാൽ ഞാൻ വിതയ്ക്കും. പക്ഷേ ദൈവാത്മാവ് ഇന്ന് സഹോദരൻ എല്ലാ മാസവും 5000 രൂപ വിതയ്ക്കുവാൻ എനിക്ക് എല്ലാ മാസവും സഹോദരി അയച്ചു. ഞാനത് എമൗണ്ട് പറഞ്ഞ് വേറൊന്നുമല്ല, ആ സഹോദരി സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 5000 എങ്കിലും കിട്ടിയാൽ ഞാൻ വിതയ്ക്കുമെന്ന് പറഞ്ഞ തമ്പുരാൻ 5000 രൂപ വിതയ്ക്കുന്ന രീതിയിൽ വഴി തുറന്നു. എന്നാലോചിച്ച് നോക്കിക്കേ, അതെങ്കിലും കിട്ടിയാൽ ഞാൻ വിതയ്ക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ തുക തന്നെ കർത്താവ് എല്ലാ മാസവും വിതയ്ക്കാമെന്ന് സഹോദരി സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഇന്നലെയും കൂടെ സഹോദരി ഇട്ടപ്പോൾ ഞാൻ ബ്ലെസ്സിങ് അയച്ച. കാരണം വിതയ്ക്കണം. നമ്മുടെ ജോലിയിലും ബിസിനസ്സിലും നമ്മൾ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടില്ല, പിന്നെ ആരാ അനുഗ്രഹിക്കപ്പെടുന്നത്? ദൈവമക്കൾക്ക് വർധന ഉണ്ടായില്ല, പിന്നെ ആർക്കാ വർധന ഉണ്ടാകുന്നത്? ദൈവമക്കളുടെ ബിസിനസ്സും ജോലിയും നന്മയും നിങ്ങൾ സമൂഹത്തിൽ വളരണം. പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിൽ ഏറ്റവും തഴയപ്പെട്ടു പോകും. അല്ല, നിങ്ങൾ ഉയർന്ന തലത്തിലേക്ക് വരണം. ജോലിയിൽ, ബിസിനസ്സിൽ, സമൂഹത്തിൽ, എല്ലാ മേഖലയിലും നിങ്ങൾ ഏറ്റവും ഉന്നതരായിത്തീരണം. അതാണ് ദൈവത്തിൻ്റെ തലമുറ. നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കുന്നതാണ്, താഴ്ച പ്രാപിക്കത്തില്ല. വാലല്ല തലയാകും. ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദർ, ഞാനൊരു ഒരു കാര്യം പറഞ്ഞു. ശനിയാഴ്ച പറഞ്ഞായിരുന്നു, പ്രിൻസ് എന്ന് പേരുള്ള ഒരു മോനുള്ള വീട്ടിലെ അനുഗ്രഹങ്ങൾ വരുന്നു, അവിടുത്തെ സ്ഥിതികളൊക്കെ മാറ്റുന്നു. അപ്പൊ ഞാൻ എന്റെ സിസ്റ്ററിൻലോയുടെ കാര്യം പറഞ്ഞു. അവർ അഹമ്മദാബാദില്, അവർക്ക് മോനും ഉണ്ട് മോളും ഉണ്ട്. അല്പം കാര്യങ്ങളൊക്കെ അവിടെ പ്രയാസത്തിലായിരുന്നു ആണ്. അതുകൂടാതെ ദൈവം ഇപ്പം എന്റെ കാൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ഒരു സഹോദരിയെ എന്റെ കൂടെ ഉണ്ട്. ആ പുള്ളിക്കാരി എന്നോട് വർത്താനം പറഞ്ഞു, അമ്മ എന്റെ മോന്റെ പേര് പ്രിൻസ് എന്നുവാ, മോടെ പേര് പ്രിൻസി എന്നുവാ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു, ഓൾറെഡി ദൈവം അങ്ങനൊരു ആലോചന തന്നിട്ടുണ്ട്. നിങ്ങളുടെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ തീർച്ചയായിട്ടും ഞാൻ അത് ദൈവസന്നിധിയിൽ ദൈവം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഏറ്റെടുത്ത് വെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ട് അങ്ങനെ പറയുമ്പം യേശുവിൻ്റെ നാമത്തിൽ ആ പ്രാർത്ഥന അവർക്ക് അനുഗ്രഹമായി മാറും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എന്തോ? ഹലോ, പറഞ്ഞു. ഇപ്പൊ ഒരു ദൂത് പറഞ്ഞില്ലേ, ജീസസ് എന്ന് പറഞ്ഞ ഓട്ടോ ജെ എന്ന് പറയുന്ന പേര് പറഞ്ഞില്ലേ, അത് എന്റെ ആങ്ങളെയാണ്. എന്റെ ആങ്ങളുടെ പേര് ജോമോൻ എന്നാണ്. എന്റെ പേര് ജോമോൾ എന്നാണ്. ഞാൻ ചങ്ങനാശ്ശേരി എന്നാണ് പറയുന്നത്. എന്റെ ആങ്ങളുടെ ഓട്ടോയാണ് ജീസസ് എന്ന് പറഞ്ഞ ഓട്ടോ. സ്വത്രം കർത്താവ് അത് കണ്ടു കേട്ടോ. യേശുവിനെ അവരുടെ പറയാൻ കേട്ടോ, നഷ്ടപ്പെട്ട് പോകത്തില്ലെന്ന് പറ കേട്ടോ. അങ്ങനെയുള്ളത് പറയാൻ വേണ്ടി പറയാം. ദൈവം സൂക്ഷിക്കും കേട്ടോ. ദൈവം ആയുസ് കൊടുത്ത് അനർത്ഥങ്ങൾ എടുത്തു മാറ്റി നിങ്ങളെ അവിടെ ദൈവം ആ വണ്ടി അനേകടങ്ങളിൽ ഓടും യേശുവിന് വേണ്ടി കേട്ടോ. അത് നഷ്ടപ്പെടുത്തി കളയാൻ ദുഷ്ടം. കർത്താവിൻ്റെ വ്യക്തമായിട്ട് പറഞ്ഞ ആ വാഹനത്തിന്റെ പേര് ഞാൻ കാണാം, അത് അതിൻ്റെ അകത്ത് ഞാൻ ജയ എന്നുള്ള പേരും കണ്ടതാ. അത് ഏറ്റെടുത്തത് കേട്ടോ. ജോമോൻ യേശുവിൻ്റെ നാമത്തിൽ സാക്ഷ്യമാക്കി തമ്പുരാൻ മാറ്റും. ഗോഡ് ബ്ലസ് യു പ്രിയർ. എൻ്റെ ഉള്ളത്തിൽ ഈ സമയത്ത് കർത്താവിനോട് പറഞ്ഞതാണ്, ഇടുക്കിയിലുള്ളവരൊന്ന് തയ്യാറാകണം. ഇടുക്കി ജില്ലയിൽ അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉള്ളവരൊന്ന് എനിക്ക് ഈ ദിവസങ്ങളിലൊന്ന് ബന്ധപ്പെടണം. ഇടുക്കിയിൽ വലിയൊരു ദൈവപ്രവൃത്തി ദേശത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നമുക്കതും ക്രമീകരിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലസ് യു. സാക്ഷ്യമുള്ളൊരു വേഗത്തിൽ പറഞ്ഞാട്ടെ. ദേവദാസ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ഒന്ന് വീണു. എന്റെ ശരീരം മുഴുവൻ വേദനയാങ്ങ്, നടുവിനും കാലിനും കൈക്കും എല്ലാം അങ്ങ് വേദനയാങ്ങ്. അത് പിന്നെ അതുപോലെ തന്നെ ഒരു മാമോഗ്രാം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഇപ്പോൾ വീഴ്ച നിമിത്തമുണ്ടായ വേദനകൾ ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുന്നു. ആ ടെസ്റ്റുകളൊക്കെ നോർമലാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വേദനകളെ ക്യാൻസൽ ചെയ്യുന്നു. അപ്പം
സൗഖ്യത്തെ അയക്കുന്നു, സൗഖ്യത്തെ അയക്കുന്നു. അത്ഭുത കരം ഇപ്പോൾ സംഭവിക്കുന്നു, അത്ഭുത വിടുതൽ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അവിടെ വ്യാപരിക്കുന്നല്ലോ. സൗഖ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടോ? പ്രയർ റിക്വസ്റ്റുകളല്ല, സാക്ഷ്യം. ഈ സമയത്ത് നിങ്ങൾക്ക് അന്യഭാഷാ പ്രാർത്ഥനകളിൽ നിങ്ങൾക്ക് കൂടുവാൻ താല്പര്യമുള്ളവർ എറണാകുളത്ത് ഈ നമ്പറുകളിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക, അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ബ്രദറെ, ബ്രദറെ, രണ്ട് കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ ബ്രദർ. ഇന്ന് എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മോൻ മരിച്ചു. അപ്പൊ ഞാൻ മരണ വീട്ടിൽ ചെന്ന്, എൻ്റെ പേര് അശ്വതി എന്നാണ്, ഞാൻ ചേർപ്പുങ്കെന്നാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ബോഡി കൊണ്ടുവന്നില്ല. അറ്റാക്ക് ആയ കാരണം, മരിച്ചു കൊണ്ടുപോയത് കാരണം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കൊണ്ടുവരത്തില്ല. അപ്പൊ 3 മണിക്ക് ശേഷം കൊണ്ടുവന്നത്. അപ്പൊ ആ സമയത്ത് വീട്ടിൽ ചെന്നപ്പോ എൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ്, ചേച്ചി നമുക്ക് പാട്ട് പാടാം എന്ന് പറഞ്ഞു. അന്നത്തേക്കിന് ഉടനെ എൻ്റെ സഹോദരി പറഞ്ഞു, ചേച്ചി ആദ്യം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പാട്ട് പാടാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആദ്യമായിട്ടാണ് കുറച്ചു പേരുടെ മുന്നിൽ കർത്താവിന്റെ നാമം ഉയർത്തുവാനും പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞു. അപ്പം മഴക്കാറൊക്കെ ഉണ്ട്, നല്ല മഴക്കാറാണ്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് ഈ ബോഡി എടുക്കും വരെ മഴ പെയ്യരുതേ, പ്രകൃതി എല്ലാം അനുകൂലമാക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ബോഡി എടുത്ത് കോട്ടയെങ്കിലും കഴിഞ്ഞു കാണും. ആ സമയത്താണ് അവിടെ മഴ പെയ്തത്. അതുപോലെ എൻ്റെ സഹോദരൻ, എനിക്കൊരു സഹോദരനേ ഉള്ളൂ, അവൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി ഇന്നാണ് എനിക്ക് വേണ്ടി ചേച്ചി പ്രാർത്ഥിച്ച്, ചേച്ചി എൻ്റെ കാലിന് വേണ്ടി കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച്, എനിക്കത് കഴിഞ്ഞ് ഇതുവരെയായിട്ട് വേദന ഉണ്ടായിട്ടില്ല, ചേച്ചി ഇനിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചുറ്റും ആൾക്കാർ, എൻ്റെ സഹോദരങ്ങളൊക്കെ നിൽപ്പുണ്ടോ. അപ്പം ഞാൻ അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ ഞാൻ മുട്ടിന് കൈവച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഇന്ന് ഇപ്പോൾ വൈകിട്ട് 8:30 എന്നെ വിളിച്ച്, ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ചേച്ചി പ്രാർത്ഥിച്ചാൽ എനിക്ക് പൂർണ്ണമായി മാറി, നാളെ പ്രാർത്ഥിച്ചപ്പോൾ മാറി, അതുപോലെ ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. വൈകിട്ടും പ്രാർത്ഥിക്കാൻ പറ്റി. ഒരുപാട് അവനോട് ഒരുപാട്, അവനും ഹിന്ദുവായിട്ട് നിൽക്കുകയാണ്, അവനോട് സുവിശേഷമൊക്കെ പറയാൻ പറ്റി. അതുപോലെ എന്നോട് പറഞ്ഞു, ഞാൻ എന്നും വിളിക്കാം ചേച്ചി, അതിനെ എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ 2 കാര്യങ്ങളെന്ന് ദൈവം എനിക്ക് വേണ്ടി നടത്തി തന്നു. ഞാൻ തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് ഇനിയും അനേക ഇടങ്ങളിൽ യേശുവിൻ്റെ സാക്ഷിയായിട്ട് ഉപയോഗിക്കും. കർത്താവിൻ്റെ നാമത്തിൽ സുവിശേഷത്തിന് വേണ്ടി ഒരുക്കും ദൈവം. അത്ഭുതകരമായ പ്രവർത്തികൾ കർത്താവ് ഒരുക്കോട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഇനിയും ഉപയോഗിക്കട്ടെ കർത്താവിൻ്റെ നാമത്തിൽ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ബ്രദറെ, എന്റെ ഷോൾഡർ പെയിൻ ഇപ്പൊ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ മാറിയത്. രണ്ട് ഷോൾഡറിന് പെയിൻ. എത്ര നാൾ സിസ്റ്റർ വേദന ഉണ്ടായിരുന്നോ? ഒരു 2 ആഴ്ച കൊണ്ടുണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ വേദന ഒട്ടുമില്ല? ഇപ്പൊ ഒട്ടുമില്ല. ഓ യേശുവെ, അങ്ങ് തൊട്ട് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, കർത്താവിൻ്റെ പ്രവർത്തിക്കായി നന്ദി. ആമേൻ. 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 മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞു. മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞു. എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര തലവേദനയായി. ഈ വലത്തെ സൈഡ് ഭയങ്കര വേദനയായിരുന്നു. ഇന്നലെ സുഷമ സിസ്റ്ററിനെ വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉച്ചയ്ക്ക് എനിക്ക് റെസ്റ്റിന് ഞാൻ കിടക്കുമായിരുന്നു. രാത്രി നൈറ്റൊക്കെ ഉറക്കമൊഴിക്കുന്ന കാരണം ഭയങ്കര തലവേദന. പെട്ടെന്ന് ഇങ്ങോട്ടൊരു തലവേദന വന്നിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ സുഷമേനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവം ഇന്ന് പൂർണ്ണ വിടുതൽ സൗഖ്യം എനിക്ക് തന്നു, എൻ്റെ ശരീരത്തിൽ തലയിലൊക്കെ. നന്ദി കർത്താവേ, കൊടുത്ത അത്ഭുതകരമായ സൗഖ്യത്തിന് നന്ദി, അത്ഭുതകരമായ വിടുതലിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് സ്തോത്രം. പറഞ്ഞോട്ടെ. എൻ്റെ വൈഫിന് കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായിട്ട് കാലിൽ നീര് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല, വല്ലാണ്ട് ബുദ്ധിമുട്ട്, നടക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടും പിറ്റേ ദിവസം രാവിലെ വരെ ഉണ്ടാകുമായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, 7 ദിവസത്തിനുള്ളിൽ നിനക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ കർത്താവ് ഇന്ന് പരിപൂർണ്ണ സൗഖ്യം നൽകി അവളെ അനുഗ്രഹിച്ചു. യേശുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നന്ദി കർത്താവ്. പറഞ്ഞു. നല്ല വേദനയും നല്ല നീരും ഉണ്ടായിരുന്നു. പരിപൂർണമായി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു.
അതുപോലെ തന്നെ അവളുടെ ചങ്കിൽ വേദനയുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഇന്നലെ മാത്രമേ പറഞ്ഞു. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴും വലിയ സൗഖ്യം സംഭവിച്ചു. ഇന്നിപ്പോൾ എന്നോട് പറഞ്ഞു ഒരു പ്രശ്നമില്ല, സുഖമായിരിക്കുന്നു, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുള്ളി മുഖത്ത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളമായിട്ട് ഒരു കറുപ്പ് 2 സൈഡിലും കറുത്ത ഒരു ഇത് വന്നു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ നേരം പൊക്കോളൂ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ആയിക്കോട്ടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതിനു വേണ്ടിയും പ്രാർത്ഥിച്ചു. അതിൻ്റെ മേൽ പരിപൂർണ്ണ സൗഖ്യം കർത്താവ് നൽകി അനുഗ്രഹിച്ചു. സൗഖ്യങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുന്ന കർത്താവ് അതിനു വേണ്ടി എന്നെ ഉപയോഗിക്കുന്നതിന് സ്തോത്രത്തോടെ നന്ദി പറയുന്നു കർത്താവിന്. നന്ദി കർത്താവ്. എന്ന് പ്രിയ ജോളിയോ തന്നെ കുറേ എനിക്ക് വന്ന കാലം കൂടി നമുക്ക് വീണ്ടും കേൾക്കുവാൻ കർത്താവ് ഇടയാക്കി. ഇനിയും കർത്താവ് കുടുംബത്തിൽ പറഞ്ഞ പോലെ രോഗത്തിൻ്റെ മേൽ ജയത്തെ കർത്താവ് കൊടുത്തു, പ്രാർത്ഥനയിൽ വലിയ പ്രവൃത്തികളെ കർത്താവ് കൊടുത്തു. ഗോഡ് ബ്ലസ് യു ബ്രദറെ. ഇനി ശക്തമായിട്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, യേശുവിൻ്റെ സാക്ഷിയാകുവാൻ കർത്താവ് ഇനി ഉപയോഗിക്കും. ഗോഡ് ബ്ലസ് യു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ സാക്ഷ്യമുള്ളവർ. പറഞ്ഞു. എൻ്റെ 2 കുഞ്ഞുങ്ങളും നല്ല പനിയാൽ ഇപ്പോൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഭിത്തിയിൽ ഇങ്ങനെ നമ്മുടെ ചെറിയ ഈ ഹോളും നമ്മുടെ ഈ തേച്ചതിൻ്റെ ചെറിയ ഇത് കണ്ടു കഴിയുമ്പോൾ അവിടെ പേടിയാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കരയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് ഇന്ന് എല്ലാ ഭയങ്ങളും കുഞ്ഞിനെ വേണ്ടി വിട്ടുമാറട്ടെ. എല്ലാവിധമാകുന്ന അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ. ഞങ്ങളിന്ന് ബ്ലസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഫ്രീ ആകട്ടെ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ഈ സമയത്ത് വേഗത്തിൽ പറഞ്ഞാട്ടെ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് തന്നെ മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണല്ലോ. എൻ്റെ കൂടെ ഇന്ന് മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്താണോ നിങ്ങളുടെ ആവശ്യങ്ങൾ, എന്താണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അത് വചനം ചേർത്ത് ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ പറയാൻ തുടങ്ങിയാൽ